गिरिवरदारी जयशोधनन्दना व्रजजनरञ्जना यमुनतीरावनचारी जय राधा माधवा कुञ्जबिहारी जय श्रीकृष्ण चैतन्य प्रभु नित्यानन्दा श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृन्दा हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय जय प्रभुपाद प्रभुपाद जय जय गुरुदेव निताय गौर हरि बोल ഹരി ബോൾ ഹരേ കൃഷ്ണ. എല്ലാവർക്കും സത്സംഗത്തിലേക്ക് സ്വാഗതം. ഞാൻ മുമ്പ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളാണ്, പുതിയ ആളൊന്നുമല്ല. പലർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇന്ന് പൈതൽ പ്രഭുവിൻ്റെ എന്താ പറയാ, സ്നേഹപൂർവമായ നിർബന്ധപ്രകാരം ഒരു ഇന്ന് നാളെയും എടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ക്ലാസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഭക്തന്മാരുടെ ജീവചരിത്രം മറ്റൊരു ഗ്രൂപ്പിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയും ഞാൻ മുമ്പ് പല ഭക്തന്മാരുടെയും ജീവിതത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് പറയാത്തതും പുതിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ഹരിദാസ് ഠാക്കൂറിന്റെ ജീവചരിത്രം. അതാണ് ഇന്ന് ഞാൻ പറയുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ ഹൃദയത്തിലും ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിനും നാമത്തിന്റെ ജീവൻ നൽകിയ വലിയ മഹാത്മാവാണ് ഹരിദാസ് ഠാക്കൂർ. തിരുനാമ ഉച്ചാരണത്തിന് ദേശകാല ഭേദങ്ങളോ ജാതി മത ഭേദങ്ങളോ വർണ്ണാശ്രമ ധർമാദി ഭേദങ്ങളോ അശുദ്ധികളോ ഇതൊന്നും ബാധകമല്ലെന്ന് ലോകർക്ക് തെളിയിച്ചു കൊടുത്ത പുണ്യാത്മാവാണ് ശ്രീ ഹരിദാസ് ഠാക്കൂർ. അദ്ദേഹം ബ്രഹ്മദേവന്റെ ശക്ത്യാവേശ അവതാരമായിരുന്നു. ശക്ത്യാവേശം എന്ന് പറയുമ്പോൾ ഈശ്വരന്റെ പ്രത്യേക ശക്തി ഒരു ജീവാത്മാവിൽ ഒരു പ്രത്യേക ദൗത്യത്തിനായി ആവേശിക്കപ്പെടുന്നതാണ് ശക്ത്യാവേശം. നമ്മുടെ പരശുരാമനൊക്കെ ശക്ത്യാവേശമാണ്. അപ്പോ ശരിക്കും ബ്രഹ്മാവ് ഹരിദാസ രൂപേണ ഹരിനാമം പ്രചരിപ്പിച്ച ആളാണ് അദ്ദേഹം. ഇന്നത്തെ ബംഗ്ലാദേശിലെ മുംബൈ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഈ നമ്മുടെ ഇന്നത്തെ ഫുലിയ അല്ലെങ്കിൽ ബുധൻ എന്ന ഗ്രാമത്തിൽ, ഇന്നത് ബംഗ്ലാദേശിലാണ്, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. 15-ാം നൂറ്റാണ്ടിൽ ഒരു മുസ്ലിം കുടുംബത്തിലാണ് അദ്ദേഹം പിറന്നത്. ജന്മനാൽ തന്നെ അവര് മുസ്ലിം ഫാമിലിയാണ്. പക്ഷേ ആരും തന്നെ ഒരു എന്താ പറയാ, ശിക്ഷാ ഗുരുക്കന്മാരൊന്നുമില്ലാണ്ട് തന്നെ സ്വയമേവ അദ്ദേഹത്തിന് ഹരിനാമത്തിനോട് ഭയങ്കരമായ താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബാല്യത്തിൽ തന്നെ മാതാപിതാക്കൾ പല അസുഖങ്ങളാൽ മരിക്കപ്പെടുന്നു. അങ്ങനെ വൈഷ്ണവരുടെ സഹവാസം തൊട്ടരികിലൊക്കെ, അന്ന് ബംഗ്ലാദേശിലൊക്കെ ധാരാളം വൈഷ്ണവരുണ്ടായിരുന്നു. ഇന്നും ബംഗ്ലാദേശിൽ വൈഷ്ണവരുണ്ട്. കാരണം ബംഗാളുമായിട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് പഴയ ഇന്ത്യയുടെ ഭാഗം. അതുകൊണ്ട് തന്നെ വൈഷ്ണവർ ഇപ്പോഴും ഇന്നും ധാരാളം പേര് അവിടെയുണ്ട്. അതിൽ ഹരേ കൃഷ്ണ മിഷനിൽപ്പെട്ട ആൾക്കാർ ഒത്തിരി ഉണ്ട്. അവരിൽപ്പെട്ട 1-2 സന്യാസിമാരെയൊക്കെ മത വിരുദ്ധത പറഞ്ഞുകൊണ്ട് അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടയ്ക്കുന്നുണ്ട്. കുറേ സ്ത്രീകളെ ഒക്കെ അവർ ബലാത്സംഗം ചെയ്ത് കുറേ ഭക്തന്മാരെയൊക്കെ കൊന്നു, ആശ്രമങ്ങളൊക്കെ അടിച്ച് തകർക്കുന്നു. ഓരോ നവരാത്രി ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് അവർ
അവർ തന്നെ അവരുടെ ഖുറാനൊക്കെ വലിച്ചു കീറിയിട്ടിട്ട് ഇത് ഹിന്ദുക്കളാണ് ചെയ്തത് എന്ന് ആരോപിച്ചുകൊണ്ട് സ്വയം ഹിന്ദുക്കളെ അടിച്ച് തകർക്കൽ, വീടുകൾ, ക്ഷേത്രങ്ങൾ, സ്ത്രീകളെയൊക്കെ ബലാത്സംഗം ചെയ്യല്, ആൾക്കാരെ കൊല്ലല്. ഇപ്പൊ നമ്മൾ അടുത്ത കാലത്ത് വായിച്ചു, ചെറുപ്പക്കാരായിട്ടുള്ള പയ്യന്മാരെയൊക്കെ അടിച്ചു കൊന്ന് പകുതി ജീവനാക്കിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കെട്ടിത്തൂക്കുന്ന ആ പതിവൊക്കെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അത്ര വളരെ ക്രൂരരാണ് ഒരു ബംഗ്ലാദേശികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുസ്ലിം ഫാമിലിയിലാണ് ഹരിദാസ് ഠാക്കൂർ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ എന്താണ് അയൽവക്കക്കാരിൽ പലരും വൈഷ്ണവരായത് കൊണ്ട് തന്നെ ആകണം അദ്ദേഹത്തിനും ആ ഭക്തിയിൽ കൂടുതൽ കൂടുതൽ ജപിക്കാനും കൂടുതൽ കൂടുതൽ നാമത്തിൽ അലിഞ്ഞു ചേരാനും ഒക്കെയുള്ള ഒരു താല്പര്യവും ആഗ്രഹമൊക്കെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഇല്ല, മറ്റുള്ള ആൾക്കാരും സഹായത്തിനില്ല. വൈഷ്ണവ ഫാമിലിയിൽ നിന്നുമൊക്കെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ആഹാരം അതൊക്കെ കഴിച്ചുകൊണ്ടും, പിന്നെ അല്ലാതെ അവരെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് ഭിക്ഷ യാചിച്ചുമൊക്കെയാണ് അദ്ദേഹം തൻ്റെ ബാല്യകാലം കഴിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ നാമം ജപിക്കുന്നതൊന്നും അവരുടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കാർക്ക് താല്പര്യമില്ലായിരുന്നു. അവർക്കതിൽ വളരെയധികം ദേഷ്യമുണ്ടായിരുന്നു. അവർ ഈ ഈ കൊച്ചുകുട്ടിയെ വളരെയധികം വഴക്ക് പറയാൻ തുടങ്ങി. നിനക്ക് എന്തിനാണ്, നീ ഇങ്ങനെ എന്തിനാണ് ഈ കാഫിറുകളുടെ ദൈവത്തിൻ്റെ പേര് അങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കണം, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ, നിനക്ക് ആ സമയം ഖുറാൻ എടുത്ത് വായിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ ശരിക്കും ബാല്യത്തിൽ തന്നെ വഴക്ക് പറയാനൊക്കെ തുടങ്ങി. എന്നിട്ടും ഇത് കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ അടിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും മാറി വളരെ ഒരു കാട് പ്രദേശത്തേക്ക് പോയി. ആ കാട്ടിൽ, ആ ഘോരവനത്തിൽ ഒരു കുടില് കെട്ടി ദിവസവും അവിടെ ഇരുന്ന് നാമം ജപിക്കും. വെറും 2 മണിക്കൂർ മാത്രമാണ് അദ്ദേഹം തൻ്റെ സ്വകാര്യ ജീവിതത്തിന് വേണ്ടി, എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കൽ, ഉറങ്ങൽ, കുളിക്കുന്നത്, ഇതെല്ലാം ഇത് 2 മണിക്കൂർ മാത്രം. ബാക്കി സമയം മുഴുവൻ ഏകദേശം 3 ലക്ഷം പ്രാവശ്യം തിരുനാമം, ആരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഗുരു ഉണ്ടായിട്ടോ ഒന്നുമല്ല, ഭഗവാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് ഉള്ളിൽ നിലനിന്ന് ഇത് ചെയ്യിച്ചത്. അദ്ദേഹം അങ്ങനെ ഡെയിലി ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉറക്കെ ജപിക്കാൻ തുടങ്ങി. ഉറക്കെ ജപിക്കുന്നതിലൂടെ തൻ്റെ ആ കാട്ടിലുള്ള ധാരാളം ജീവജാലങ്ങൾ ഒക്കെ അവരെയൊക്കെ സദ്ഗതിയിലേക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ആ ഘോര വനത്തിലുള്ള ദുഷ്ടമൃഗങ്ങളെല്ലാം വളരെ ശാന്തരും സമാധാന പ്രിയരും ഒക്കെ ആയി. പണ്ട് അതുവഴിയൊക്കെ ആൾക്കാർക്ക് പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല, കാട്ടിൽ നിന്ന് തന്നെ കടുവ, പുലി ഇതൊക്കെ പുറത്തേക്ക് വന്ന് നാട്ടിലുള്ള ജനങ്ങളെയൊക്കെ കൊല്ലാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അവരെല്ലാം വളരെ സമാധാന പ്രിയരായിട്ട് മൃഗങ്ങളൊക്കെ മാറി മനുഷ്യരെ കണ്ടാൽ പോലും ഉപദ്രവിക്കാത്ത തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ നാമജപത്തിൻ്റെ ശക്തി കൊണ്ടെന്നോണം അവരെല്ലാം വളരെയധികം മാറി. ആൾക്കാരെല്ലാം ഇത് കണ്ട് അൻപരന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യശസ് വർദ്ധിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു യുവാവ് കാട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ നാമം ജപിക്കുന്നത് കൊണ്ട് ഇപ്പം മൃഗങ്ങളെല്ലാം വളരെയധികം സമാധാന പ്രിയരായിരിക്കുന്നു, മനുഷ്യരെ ആരും ഉപദ്രവിക്കുന്നില്ല, മനുഷ്യരെ മുന്നിൽ കണ്ടാൽ പോലും ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ അറിഞ്ഞ് അത് ലോകം മുഴുവൻ പരക്കാൻ തുടങ്ങി. ദൂരദിക്കിൽ നിന്ന് പോലും അദ്ദേഹത്തെ കാണാനും, അങ്ങനെ കാണാൻ വരുമ്പോൾ വെറും കവിയോടെ വരുമോ? ഇല്ല, ഒരിക്കലും വരില്ല. അവർ ഇത്രയും ഒരു മുസ്ലിം മതത്തിൽ ജനിച്ചിട്ടും ഇങ്ങനെ നാമം ജപിച്ച് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ആ വ്യക്തിയെ കാണാൻ വരുന്നവർ ഫലമൂലാദികളൊക്കെ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് ആഹാരത്തിന് ബുദ്ധിമുട്ടൊക്കെ മാറി. അങ്ങനെ അദ്ദേഹം നന്നായിട്ട് വരുന്നവരെയൊക്കെ പ്രീച്ച് ചെയ്യാൻ തുടങ്ങി, എല്ലാവരെ കൊണ്ട് ജയിപ്പിക്കാനൊക്കെ തുടങ്ങി. ഇതറിഞ്ഞപ്പോൾ മുസ്ലിം മത നേതാക്കൾക്ക്, പ്രത്യേകിച്ച് രാമചന്ദ്ര ഖാൻ എന്നൊക്കെ പറഞ്ഞ അന്നത്തെ മുസ്ലിം സമുദായത്തിൽ വളരെയധികം ഉന്നതരായിട്ടുള്ള ആൾക്കാർ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയവർ. ഇങ്ങനെ അവർ പള്ളിയിൽ വെച്ച് ഈ കാര്യം, ഇങ്ങനെ നമ്മുടെ മതത്തിൽപ്പെട്ട ഒരു യുവാവ് ഈ പറയുന്ന കാഫറുകളുടെ ഒരു ദേവന്റെ പേര് പറഞ്ഞ് നാമം ജപിക്കുന്നു. അയാൾ നാമം ജപിക്കുന്നത് കാരണം അന്തരീക്ഷം തന്നെ മാറി മറിയുന്നു. അത് ധാരാളം പേര് അറിഞ്ഞ് ആ യുവാവിനെ കാണാൻ വരുന്നു. അപ്പം ഇതൊക്കെ നമുക്ക് മോശമാണ്, നമ്മുടെ മുസ്ലിം മതത്തിന് വളരെ അത് എന്താ പറയുക, ഡാമേജ് വരുത്തും. അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും മാറ്റണം എന്നൊക്കെ അവർ പള്ളിയിൽ ചർച്ച നടത്തി. അപ്പോൾ
അവർ ഒരാൾ പറയും ചെറുപ്പക്കാരനാണ്, അപ്പൊ ചെറുപ്പക്കാരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പെൺകുട്ടികളെ കൊണ്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് ഒരു ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ, ഒരു 16 വയസ്സിനകത്തുള്ള പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അങ്ങോട്ട് വിടാം എന്ന് പറയും. അങ്ങനെ ഒരു വേശ്യാസ്ത്രീയുടെ പുത്രി ആ കുട്ടിയുടെ അടുത്ത് നിന്ന് പറയും, ഇങ്ങനെ നിനക്കൊരു പയ്യനെ മാറ്റണം, എത്ര രൂപ വേണം തരാം എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ഞാൻ ഏത് വിധേനയും അയാളെ അടിമയാക്കി വീണ്ടും നിങ്ങളുടെ സമുദായത്തിൽ കൊണ്ട് ആക്കി തരാം, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ഉടൻ തന്നെ കുറേ കിഴിയൊക്കെ, പണക്കിഴിയൊക്കെ കൊടുത്തു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി അവർക്ക്. അങ്ങനെ ആ സ്ത്രീയെ ആ ഇന്നടുത്തുണ്ട് അയാൾ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ നല്ല രീതിയിൽ അതിമനോഹരിയായിട്ട് ഒരുങ്ങി, കാലിൽ ചിലമ്പ് ഒക്കെ അണിഞ്ഞ്, നല്ലവണ്ണം വസ്ത്രമൊക്കെ ധരിച്ച്, നല്ല തലയിൽ നല്ല പിച്ചിപ്പൂ ഒക്കെ ചുറ്റി, അങ്ങനെ ആ, ഹരിദാസ് ഠാക്കൂർ ഇരിക്കുന്ന ആ വനത്തിലേക്കെത്തി. അങ്ങനെ ദൂരെ നിന്ന് നോക്കിയപ്പോഴേ അദ്ദേഹം നാമം ജപിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. ഒരു വളരെ പതുക്കെ അവിടെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചെന്നു. അങ്ങനെ കാൽച്ചിലമ്പിന്റെ നാദം കേട്ട് ഹരിദാസ് ഠാക്കൂർ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മുന്നിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കുന്നു. അപ്പോ ചോദിക്കും, എന്താണ്, ആരാണ്, എവിടെ നിന്ന് വരുന്നു, എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്, ഒന്ന് പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അതിനെന്താ, എനിക്ക് സംസാരിക്കുന്നതിലൊക്കെ സന്തോഷം തന്നെ, പക്ഷേ ഈ നാമം ഒന്ന് ഞാൻ ജപിച്ച് തീർന്നോട്ടെ. ഇപ്പം ജപം ആ, ആ, ഞാൻ ജപിച്ചു തുടങ്ങി, അപ്പോൾ ഇത് പൂർത്തിയാക്കാതെ എനിക്ക് പറ്റില്ല. ഞാൻ ജപിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയും. അവിടെ ഇരുന്നോളൂ എന്ന് പറയും. അങ്ങനെ അവരവിടെ ഇരുന്നു. അങ്ങനെ ജപിച്ച് 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 രാത്രി 10, 11, 12 മണിയായപ്പോഴാണ് ജപം തീർന്നത്. അപ്പോഴേക്കും തൊട്ടടുത്ത് കൂർക്കം വലി തുടങ്ങിയിരുന്നു. അവർ നല്ലവണ്ണം ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ അവർ എണീറ്റ് കണ്ണു തുറന്നപ്പോൾ വീണ്ടും ഇദ്ദേഹം കുളിയെല്ലാം കഴിഞ്ഞ് ജപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും അവര് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജപിച്ചു തുടങ്ങിയപ്പോൾ, ഇനിയിപ്പം ജപം തീരട്ടെ, നീ ഇരുന്നോളൂ എന്ന് പറയും. അങ്ങനെ വീണ്ടും അന്നും അങ്ങനെയായി. രാത്രി അവര് ജപം തീർന്നപ്പോഴേക്കും അവർ ഉറക്കമായി. അങ്ങനെ എന്താണ് 4 ദിവസം, ഒന്നും രണ്ടും അല്ല, 4 ദിവസം കടന്നുപോയി. ഹരിദാസിന്റെ നാമജപം നിരന്തരം കേട്ട് അവളുടെ ഹൃദയം പരിശുദ്ധമായി. അങ്ങനെ നീച വിചാരത്തോട് വന്ന അവളിൽ അത് വലിയ മനപരിവർത്തനമൊക്കെ നടക്കാൻ തുടങ്ങി. അവിടെ അവരുടെ ഉള്ളിൽ ഹരിദാസ് ഠാക്കൂർ ഒരു മാല എടുത്ത് അവർക്ക് നൽകിയിട്ട് പറഞ്ഞു, ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ പറഞ്ഞു. അങ്ങനെ ജപിക്കേണ്ട രീതിയെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവൾ ജപിക്കാൻ തുടങ്ങി. അവൾ വലിയ മഹാഭക്തയായിട്ട് മാറി. അങ്ങനെ നാമം പാപത്തെ മാത്രമല്ല, പാപിയെ പോലും ശുദ്ധീകരിക്കും എന്നുള്ളത് അവിടെ തെളിയുകയാണ്. അങ്ങനെ ഹരിദാസിന്റെ പാദങ്ങളിൽ വീണ് അവിടെ നമസ്കരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയും, ഞാൻ അങ്ങേ ഇങ്ങനെ ഈ ഭക്തിയിൽ നിന്നും മാറ്റാനും, അങ്ങേ ഹിന്ദു സനാതന ധർമ്മത്തിൽ നിന്നും മുസ്ലിം മതത്തിലേക്കൊക്കെ കൊണ്ടുപോകാനും വന്നവളാണ്. എന്നോട് പൊറുക്കണം, എനിക്ക് എന്നോട് മാപ്പ് തരണം, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞ് നിലവിളിക്കും. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ പറയും, അമ്മേ കരയേണ്ടത്, പരിഭ്രമിക്കേണ്ട, ഭഗവാൻ കരുണാമയനാണ്, അദ്ദേഹം പതിതപാവനാണ്. അവിടുത്തെ തിരുനാമങ്ങൾക്ക് മുമ്പിൽ സകല പാപങ്ങളും കത്തി എരിഞ്ഞ് ചാമ്പലാകും. അങ്ങനെ അമ്മ അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കണ്ട. പറ്റുമെങ്കിൽ അമ്മ തെറ്റായ മാർഗത്തിലൂടെ നേടിയ പണം ഇതെല്ലാം പാവങ്ങൾക്ക് നൽകി സദാ ഹരിയുടെ നാമം ജപിച്ച് ഇവിടെ തന്നെ അമ്മ കഴിഞ്ഞോളൂ എന്ന്, ഞാൻ ശാന്തിപുരത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയും. അങ്ങനെ ആ സ്ത്രീ അതോടുകൂടി നന്നായി. അവര് അങ്ങനെ തെറ്റായ രീതിയിൽ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ പാവങ്ങൾക്ക് ദാനം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവര് ഹരിദാസ് ഇരുന്ന് ജപിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിലേക്ക് അവര് വന്നു. അങ്ങനെ അവൾ മഹാഭക്തയായിട്ട് മാറി. അങ്ങനെ ഹരിദാസിനെ മാറ്റാൻ വന്നവൾ സ്വയം മാറി വലിയ ഭക്തയായി. അപ്പൊ മുസ്ലിം മതത്തിൽ നിന്നും ഒരു സ്ത്രീ കൂടി കാഫിറായിട്ട് മാറി എന്ന് ആർക്ക് വിഷമമുണ്ടായി? മുസ്ലിങ്ങൾക്കെല്ലാം വലിയ വിഷമമായി. അവർക്ക് ഹരിദാസനോട് ദേഷ്യം കൂടി. തങ്ങളുടെ മതത്തിൽ നിന്നും ഒരാളെ കൂടി ഇദ്ദേഹം ഹരിദാസ് ഠാക്കൂർ ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇതും കൂടെ ആയപ്പോൾ അവർക്ക് ഹരിദാസ് ഠാക്കൂറിനോട് വലിയ ദേഷ്യമായി. പക്ഷെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോയതായിട്ട് അറിഞ്ഞു. അങ്ങനെ ആ സ്ത്രീ എന്താണ്, തൻ്റെ ധനമെല്ലാം പാവങ്ങൾക്ക് നൽകി ഹരിയുടെ നാമം ജപിച്ച് ജീവിക്കുന്നത് ലോകരും വീണ്ടും അറിഞ്ഞു. അങ്ങനെ ശാന്തിപുരത്തെത്തിയ ഹരിദാസ് ഠാക്കൂർ അദ്വൈതാചാര്യരോടൊപ്പം നാമസങ്കീർത്തനം ചെയ്തു കഴിഞ്ഞു.
രാമചന്ദ്രഖാൻ അടക്കം ദുഷ്ടശക്തികളൊക്കെ പല പല എന്താ പറയുക അസുഖങ്ങളൊക്കെ വന്ന് അവരും കഷ്ടപ്പെട്ട് മരിക്കേണ്ടി വന്നു. അങ്ങനെ വേശ്യയെ ഉദ്ധരിച്ച് ഭക്തയാക്കിയതും രാവും പകലും 3 ലക്ഷം തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതും ശാന്തിപുരത്തിൽ വന്ന് ഹരിനാമം പ്രചാരണം നടത്തുന്നതും ഹരിയുടെ നാമം ജപിച്ച് ലോകർക്ക് മുന്നിൽ നൃത്തം വയ്ക്കുന്നതും ലോകരെ ഭഗവാൻ ശ്രീകൃഷ്ണനിലേക്ക് നയിക്കുന്നതും ഒരു മുസ്ലിമിന് മുസ്ലിമായ ഖാജിക്ക് ഒട്ടും പിടിച്ചില്ല. അയാൾക്ക് ഇങ്ങനെ ഈ ശാന്തിപുരത്ത് പോയി ഇദ്ദേഹം ഹരിദാസ് ഠാക്കൂർ ഇതൊക്കെ ചെയ്യുന്ന കാര്യം അറിഞ്ഞ് അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യമായി. അപ്പോൾ മുസ്ലിമായിട്ട് ജനിച്ച ഒരാൾ കാഫിറായിട്ട് ജീവിക്കുന്നുവോ, അത് സമ്മതിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങൾ ഭരിക്കുന്ന നാട്ടിൽ അന്ന് മുഗൾ ഭരണം, ബംഗാളൊക്കെ മുഗൾ ഭരണ കാലഘട്ടത്തിൽ മുസ്ലിം ഗവർണറാണ് അന്ന് ബംഗാൾ ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മുസ്ലിങ്ങൾ ഭരിക്കുന്ന ഈ നാട്ടിൽ ഇത് അനുവദിക്കില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതങ്ങനെ മുസ്ലിങ്ങൾക്ക് എന്നെ ഇത് അപമാനമാണ്, ഒരു മുസ്ലിം തൻ്റെ ഇസ്ലാമിക ധർമ്മം പ്രചരിപ്പിക്കാതെ ഹിന്ദു ധർമ്മം പ്രചരിപ്പിക്കുന്നത് അത് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അയാൾ ഹരിദാസ് ഠാക്കൂറിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് ഹരിദാസിനെ അറസ്റ്റ് ചെയ്തു. മുസ്ലിം കോടതിയാണെന്നുള്ളത് അങ്ങനെ മുസ്ലിം കോടതിയിൽ വിചാരണയ്ക്കായി കൊണ്ടുവന്നു. അങ്ങനെ വിചാരണ ആരംഭിച്ചു. അപ്പോൾ ജഡ്ജി ചോദിച്ചു, നിങ്ങൾ ഒരു മുസ്ലിം അല്ലേ, എന്താണ് നിങ്ങളിപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ചെയ്യാൻ ആരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഹിന്ദു ധർമ്മം പരിപാലിക്കുന്നത്? നിങ്ങൾ ഇത് മുസ്ലിങ്ങൾക്ക് അപമാനമാണെന്ന് അറിയില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇന്നു മുതൽ ഇതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹുവിൻ്റെ നാമം ജപിക്കണം എന്ന് ആര് പറയുന്നു? ജഡ്ജി പറയും. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ പറയും, ഇത് എന്നെ ആരും പറഞ്ഞിട്ടല്ല, എനിക്ക് ജന്മനാൽ എനിക്ക് ഇങ്ങനെ ഭഗവാന്റെ നാമത്തിനോട് എനിക്ക് തോന്നിയ ഒരു ആഗ്രഹമാണ്, അതനുസരിച്ചാണ് ഞാൻ ജപിക്കുന്നത്. അത് മാത്രമല്ല, ഇതൊന്നും ആരോടും പറയേണ്ടതല്ല. അഗ്നിയിൽ വെളിച്ചവും ചൂടും എങ്ങനെ ഉണ്ടാകും, അതുപോലെ ജീവാത്മാവിനോടൊപ്പം കൂടെ ഉള്ളതാണ് ഭഗവാനോടുള്ള ആ ഭക്തിയും ഭഗവത് സേവന ചിന്തയും. അത് എല്ലാവരുടെ ഉള്ളിലും ആ സേവന ചിന്തയും ആ നാമം ജപിക്കാനുള്ള ചിന്തയൊക്കെ ഉള്ളതാണ്. അതിന് പ്രത്യേകിച്ച് ആരും ഒന്നും പറയേണ്ട കാര്യവുമില്ല. ആർക്ക് എന്ത് അപമാനമാണ് ഞാൻ ഈ നാമം ജപിക്കുന്നതിലൂടെ വരുന്നത്? നമ്മുടെ എല്ലാവരുടെയും പ്രാണനായ ഈശ്വരന്റെ നാമം ജപിക്കുന്നത് കൊണ്ട് ആർക്ക് എന്ത് അപമാനമാണ് ഉണ്ടാകാൻ പോകുന്നത്? അതുകൊണ്ട് ഞാൻ ആരെന്ത് പറഞ്ഞാലും ജപിക്കുക തന്നെ ചെയ്യും എന്ന് പറയും. അപ്പോൾ ജഡ്ജി നോക്കുമ്പോൾ കൊച്ചുകുട്ടി, യുവാവ്, വലിയ 10-16 വയസ്സേ ആയിട്ടുള്ളൂ. വേറെ ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കുന്നില്ല. വളരെ സാത്വികമായിട്ട്, വളരെ ആരെയും ഉപദ്രവിക്കാതെ, ഒരു മതത്തിന്റെ കാര്യത്തിലും ഇടപെടാതെ, സ്വന്തം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യം അനുസരിച്ച് ജീവിക്കുന്നു. അതിനെന്തിനാണ് അദ്ദേഹത്തിനെ ശിക്ഷിക്കണമെന്ന് ജഡ്ജി ഉള്ളാലെ ചിന്തിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയും, എനിക്ക് നിന്നെ ശിക്ഷിക്കണമെന്നോ നിന്നെ എന്തെങ്കിലും ഉപദ്രവിക്കണമെന്നോ ഒരു താല്പര്യമില്ല. പക്ഷെ നീ ഇസ്ലാം മതത്തിൽ ജനിച്ച ആളാണ്, അതുകൊണ്ട് ഇസ്ലാം മതം പറയുന്ന രീതിയിൽ നീ ജീവിക്കണം. മതം വിട്ടവനെ കൊല്ലാനാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്, അത് നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ പറയും, എല്ലാ മതവും ഈശ്വരനെ ആരാധിക്കാനാണ് പറയുന്നത്, ഓരോ മതവും ഓരോ രീതിയിൽ അത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ മതത്തിൻ്റെയും യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വരനെ മനസ്സിലാക്കി ഈശ്വരൻ്റെ നാമം ജപിച്ച് ഈശ്വരൻ്റെ അരികിലേക്ക് തിരികെ പോകലാണ്. അതാണ് എല്ലാ മതങ്ങളിലൂടെയും നേടുന്നത്. ഇപ്പോൾ വെള്ളത്തിന് നമ്മൾ തണ്ണി എന്ന് പറയും, പാനി എന്ന് പറയും, ജലമെന്ന് പറയും, വാട്ടർ എന്ന് പറയും, ഇതെല്ലാം ഒരേ സംഭവം തന്നെയാണ്. അപ്പോൾ അതിനെ മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം ഒന്നാണെന്ന് പൂർണ്ണമായിട്ടും അറിയാൻ പറ്റും. അതുകൊണ്ട് തിരുനാമ ജപത്തിൽ ആ ഈശ്വരനെ വേഗം പ്രാപിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ജീവൻ പോയാലും ഞാൻ തിരുനാമ സങ്കീർത്തനം ഉപേക്ഷിക്കില്ല എന്ന് ഹരിദാസ് ഠാക്കൂർ പറയും. അപ്പോൾ കോടതി പറയും, ഓഹോ, കോടതിയോട് നീ ഈ വിധം സംസാരിക്കാനൊന്നും പാടില്ല. നീ ശരിക്കും ഹിന്ദു അല്ല, നീ മുസൽമാനാണ്. മുസൽമാൻ ഖുറാനാണ് പഠിക്കേണ്ടത്, അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. അതുകൊണ്ട് നീ ഇങ്ങനെ ഒന്നും തർക്കുത്തരം പറയരുത് എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം പറയും, ഞാൻ തർക്കുത്തരം പറഞ്ഞതല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. നമ്മൾ ശരിക്കും ഈശ്വരൻ്റെ അംശമാണ്. ഈശ്വരനെ പല പേരുകളിൽ പലരും വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾ ഇവിടെ തന്നെ എത്രയോ ഹിന്ദുക്കളെ നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നുണ്ട്, ഇസ്ലാം സമുദായം.
ഈ കോടതി അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ? എന്തെങ്കിലും തടസ്സവാദം ഉന്നയിക്കാറുണ്ടോ? ഏഹ് എങ്കിൽ പിന്നെ ഒരു മുസ്ലിമിന് എന്തുകൊണ്ട് ഹിന്ദുവായിക്കൂടാ എന്ന് ഹരിദാസ് ഠാക്കൂർ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ പിന്നെ ജഡ്ജിക്ക് ഒന്നും പറയാനില്ല, ഉത്തരം മുട്ടും. അപ്പോൾ ഇത് കേട്ട് ഖാജി, ഈ കംപ്ലൈന്റ് കൊടുത്ത ഖാജി കോടതിയിലുണ്ടായിരുന്നു. അദ്ദേഹം ചാടി എണീറ്റിട്ട് പറയും, നീ പറയുന്നത് ഖുറാന് വിരുദ്ധമാണ്. വിഗ്രഹാരാധകരെ കൊല്ലാനാണ് നമ്മുടെ വിശുദ്ധ ഖുറാൻ പറയുന്നത്. ഒരാൾക്ക് വേണമെങ്കിൽ ഇസ്ലാമിലേക്ക് മതം മാറാം, പക്ഷേ ഒരു മുസ്ലിമിന് ഹിന്ദു മതത്തിലേക്ക് എന്നല്ല ഒരു മതത്തിലേക്കും മതം മാറാൻ അവന് അവകാശമില്ല. അങ്ങനെ മതം മാറിയാൽ അവനെ കൊല്ലാനാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് എന്ന് ഈ ഖാജി വിളിച്ചു പറയും. അപ്പോ ഹരിദാസ് ഠാക്കൂർ പറയും, അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ ഈ തിരുനാമത്തെ ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾ ഇഷ്ടമുള്ള ശിക്ഷ വിധിച്ചോളൂ. എനിക്ക് അതിലൊരു പ്രശ്നവുമില്ല. ഞാൻ സഹിക്കാൻ തയ്യാറാണ് ഞാൻ എന്ന് ആര് പറയും? ഹരിദാസ് ഠാക്കൂർ പറയും. അപ്പോഴും ന്യായാധിപൻ ശരിക്കും ധർമ്മസങ്കടത്തിലായി. കാരണം അദ്ദേഹം പറയത്തക്ക ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആരെയും വേദനിപ്പിച്ചില്ല, ആരെയും കളിയാക്കിയില്ല, അല്ലെങ്കിൽ മതത്തിനെതിരെ പറഞ്ഞില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു മതം അനുസരിച്ച് ജീവിക്കുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന് ഇസ്ലാം മതത്തിനെതിരെയോ അല്ലെങ്കിൽ വേറെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഉറുമ്പിനെ പോലും അദ്ദേഹം നോവിക്കുന്നുമില്ല. അപ്പം പിന്നെ എന്തിന് അദ്ദേഹത്തിനെ എന്ത് പറഞ്ഞ് ശിക്ഷിക്കുക എന്നുള്ള ചിന്തയിൽ അങ്ങനെ ന്യായാധിപൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഖാജിക്ക് വീണ്ടും ദേഷ്യമായി. ഖാജി വീണ്ടും എണീറ്റിട്ട് പറയും, എന്താ അങ്ങ് മിണ്ടാതിരിക്കണത്? ഇവന് കഠിന ശിക്ഷ നൽകണം. ഖുറാൻ പറയുന്ന രീതിയിൽ ഇവനെ കൊന്നുകളയണം. ഇസ്ലാം ധർമ്മം ഇവിടെ പുലരണം. ഇല്ലെങ്കിൽ നാളെയും പലരും ഇവനെ പോലെ നമ്മുടെ മതം വിട്ട് ഹിന്ദു മതത്തിലേക്ക് പോകും. അതോടെ ഇസ്ലാം മതം നശിക്കും എന്നൊക്കെ ആര് വിളിച്ചു പറയും? ഈ ഖാജി വിളിച്ചു പറയും. ഈ ഖാജിയുടെ ഒരു 5 തലമുറ മുന്നോട്ട് പോയാൽ അവർ ഹിന്ദുക്കളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഇവരെല്ലാം ഇന്ന് ഇന്ത്യയിൽ കാണുന്ന 99.9% ആൾക്കാരും ഹിന്ദുക്കളാണ്, ഈ മറ്റു മതത്തിലുള്ളവരെല്ലാം. പക്ഷേ അവർ ആ മതം വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഹിന്ദുവിൻ്റെ ശത്രുവായിട്ട് മാറും. അതാണ് ഈ മതമാറ്റത്തിൻ്റെ ഒരേ ഒരു കുഴപ്പം. അവർ ഏത് മതത്തിൽ ജീവിച്ച് അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു ഹിന്ദു ഹിന്ദു മതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ കൂടി ഒരു ഹിന്ദുവിൻ്റെ ശത്രുവായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് ആണ് ഇവിടെ. ഈ ഹാജിയുടെ അച്ഛനും അമ്മയെല്ലാം അവരെല്ലാം ഹിന്ദുക്കളായിരുന്നു. പക്ഷേ അങ്ങനെ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ജഡ്ജിക്ക് വീണ്ടും കൺഫ്യൂഷൻ. കാരണം കൊല്ലാൻ മാത്രം അദ്ദേഹത്തിന് തോന്നുന്നില്ല. ആ കൊച്ചുകുട്ടിയെ കണ്ടിട്ട് അങ്ങനെ കൊല്ലാൻ തോന്നുന്നില്ല. അദ്ദേഹം അവസാനം ഇപ്പം മനസ്സ് വേദനിച്ചുകൊണ്ട് തന്നെ പറയും, ശരി എന്നാൽ ഇദ്ദേഹത്തിന് 100 ചാട്ടവാർ അടി കൊടുത്തേക്കാൻ പറയും. അവനെ തൽക്കാലം അവൻ അടി കൊണ്ടിട്ട് എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ വരട്ടെ, എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് ചാട്ടവാറ അടി ശിക്ഷയായിട്ട് വിധിക്കും. അങ്ങനെ ഹരിദാസിനെ കയറുകൊണ്ട് ബന്ധിച്ച് 22 ചന്തകളിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും, ചന്തയിലാകുമ്പോൾ ആൾക്കാരെല്ലാം വന്ന് കൂടും, അങ്ങനെ എല്ലാവരും കാണക്ക വിധത്തിൽ അദ്ദേഹത്തിനെ ചാട്ടവാർ കൊണ്ട് ഓരോ ചന്തയിലും 100 അടികൾ അടിച്ചു. അങ്ങനെ എന്നിട്ട് അടിയേറ്റ് അദ്ദേഹം തറയിൽ വീഴുമ്പോൾ ചവിട്ടി തൊഴിക്കും. അത് കഴിഞ്ഞിട്ട് വലിച്ചിഴയ്ക്കും. അങ്ങനെ ദേഹം മുഴുവൻ മുറിഞ്ഞ് ചാട്ടവാർ അടിയുണ്ട് ദേഹം മുഴുവൻ പൊട്ടി പൊളിഞ്ഞ് അദ്ദേഹം ആ സമയത്തെല്ലാം ഭഗവാന്റെ നാമം ജപിക്കും. അദ്ദേഹത്തിന് ആ വേദന അദ്ദേഹത്തിന് അറിഞ്ഞതേയില്ല. അദ്ദേഹം അടി കൊണ്ട് ശരീരം മുഴുവൻ പൊട്ടി ചോര ഒലിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം കൂടുതൽ ഈ അടി കൊള്ളും തോറും ഉറക്കെ നാമം ജപിക്കാൻ തുടങ്ങി, നൃത്തം ചെയ്ത് അദ്ദേഹം നാമം ജപിക്കാൻ തുടങ്ങി. ഇതും കൂടെ കണ്ടപ്പോഴേക്കും അവർക്ക് കൂടുതൽ വാശി. അങ്ങനെ വീണ്ടും അടിക്കാൻ തുടങ്ങി. അങ്ങനെ അടിച്ച് ചതച്ച് ദേഹം മുഴുവൻ പൊട്ടി ബോധമറ്റ് വീഴുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ഇതിനെ തൂക്കി ഗംഗാ നദിയിൽ കൊണ്ടെറിയും. അങ്ങനെ ഗംഗാ നദിയുടെ ഒഴുക്കിൽപ്പെട്ട് ഇദ്ദേഹം, അങ്ങനെ ഗംഗാ മാതാവ് തന്നെ ആർത്തലച്ച് ഒഴുകി വരുന്ന ഗംഗാ മാതാവ് ഹരിദാസിനെ തൻ്റെ കൈകളിൽ താങ്ങി, അങ്ങനെ ശീതളസ്പർശനത്താൽ അദ്ദേഹത്തിന് ക്ഷീണമകറ്റി അകലെ ദുഷ്ടന്മാരൊന്നും ഇല്ലാത്ത ഒരു തീരത്തേക്ക് കൊണ്ടാക്കി. അങ്ങനെ ക്ഷീണം മാറി ബോധം വന്ന ഹരിദാസ് എണീറ്റ് തൻ്റെ താമസ സ്ഥലത്തേക്ക് വേച്ച് നടന്നു പോയി. അങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടും ഗംഗയിൽ എറിഞ്ഞിട്ടും ഹരിദാസ് ഠാക്കൂറിന് ജീവാപായം വന്നില്ലെന്നും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുവെന്നും ഖാജിയും കൂട്ടരും അറിഞ്ഞു. അവർക്ക് വല്ലാത്ത ഒരു പശ്ചാത്താപം ആ സമയം തൊട്ട് വന്നു തുടങ്ങി. അവര്
ഹരിദാസ് താക്കൂറിന്റെ മുന്നിൽ വരികയും ക്ഷമായാചനം ചെയ്യുകയും ചെയ്യും. അങ്ങനെ സർവരും തങ്ങളുടെ കർമ്മഫലങ്ങളാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടൊന്നും ഒരു ദേഷ്യവുമില്ല. കാരണം ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കൂട്ടിയ പാപങ്ങളുടെ ഫലമായിരിക്കണം, അല്ലാതെ നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല എന്നൊക്കെ ഹരിദാസ് താക്കൂർ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അവർ കരയും നിന്ന്. അയ്യോ, ഇത്രയും ഞങ്ങൾ ക്രൂരമായിട്ട് അടിച്ചിട്ടും ഇദ്ദേഹം ഞങ്ങളെ എന്താണ് ന്യായീകരിക്കുകയും ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഒക്കെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു മനുഷ്യനെയാണല്ലോ ഞങ്ങൾ എങ്ങനെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചതെന്നൊക്കെ വിചാരിച്ച് അവർ കരയും. മാപ്പ് പറഞ്ഞവർ പോകും. അങ്ങനെ മനസ്സിൽ ഭഗവാനും തിരുനാമവും കളിയാടുമ്പോൾ ശാരീരിക ക്ലേശങ്ങൾ എത്ര നിസ്സാരമാണ് ആ, എന്നുള്ളത് ആ, ഹരിദാസ് താക്കൂർ ലോകത്തിന് കാട്ടിക്കൊടുത്തു. അങ്ങനെ ഹരിദാസ് ജി ഗംഗാതീരത്ത് തൻ്റെ കുടിലിൽ കഴിഞ്ഞുകൊണ്ട് ദിവസവും അദ്വൈതാചാര്യരുടെ അടുക്കൽ പോവുകയും ഹരിനാമ സങ്കീർത്തനത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അദ്വൈതാചാര്യർ ഹരിദാസ് താക്കൂറിനെ സ്വന്തം പുത്രനെ പോലെയാണ് സ്നേഹിച്ചിരുന്നത്. ഹരിദാസ് മഹാപ്രഭുവിൻ്റെ പാർഷദൻ കൂടിയായിരുന്നു. അങ്ങനെ തിരുനാമത്തിൻ്റെ അവതാരമായ അദ്ദേഹത്തിൻ്റെ അവതാരത്താൽ ഈ ഭൂമിദേവി തന്നെ പവിത്രയായി തീർന്നു. ഒരിക്കൽ ഹരിദാസ് ഠാക്കൂർ ഹരിനദി ഗ്രാമത്തിൽ വെച്ച് ഇങ്ങനെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് ഉച്ചത്തിൽ ജപിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ എതിരെ വരികയായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ മുസ്ലിം അല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞങ്ങളുടെ നാമമൊക്കെ ജപിക്കുന്നത്? ഇങ്ങനെ മുസ്ലിമിന് ഹരിനാമം ജപിക്കാൻ പാടുണ്ടോ? നിങ്ങൾക്ക് അത് പാടില്ല എന്ന് അറിയില്ലേ എന്നൊക്കെ ഈ ബ്രാഹ്മണൻ വന്നിട്ട് ചോദിക്കും. ഒരു വല്ലാത്ത ഈഗയുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ വേദമന്ത്രമല്ലേ, ഇത് വേദമന്ത്രമാണ്. സാധാരണ ബ്രാഹ്മണർക്ക് മാത്രമേ ജപിക്കാൻ പാടുള്ളൂ. മറ്റുള്ള ജാതിക്കാർക്ക് പോലും, സനാതന ധർമ്മത്തിൽപ്പെട്ട മറ്റു ജാതിക്കാർക്ക് പോലും ജപിക്കാൻ പാടില്ലാത്ത മന്ത്രമാണ്. അപ്പോൾ പിന്നെ നിങ്ങളൊരു മുസ്ലിമായ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ജപിക്കണത്? ഇങ്ങനെ ജപിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? തോന്നുന്ന ആൾക്കാർക്ക് ജപിക്കാൻ പറ്റിയ മന്ത്രമാണോ ഈ മഹാമന്ത്രം എന്നൊക്കെ ചോദിച്ചു. ഇത് ഇങ്ങനെ ജപിച്ചാൽ പാപമൊക്കെ കിട്ടുമല്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. അപ്പോൾ വളരെ വിനയത്തോടെ ഹരിദാസ് പറഞ്ഞു, ശാസ്ത്ര രഹസ്യങ്ങളൊക്കെ അറിയാൻ മാത്രമുള്ള അറിവൊന്നും എനിക്കില്ല. എന്നാൽ അങ്ങേപ്പോലുള്ള മറ്റു വലിയ പണ്ഡിതന്മാരിൽ നിന്നും ഞാൻ തിരുനാമ മഹാത്മ്യം കേട്ടിട്ടുണ്ട്. തിരുനാമം മ്ലേച്ഛരെയും യവനരെയും ഹൂണരെയും എല്ലാവരെയും പരിശുദ്ധമാക്കാൻ പോകുന്ന ശക്തിയുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ആര് പറയും? ഹരിദാസ് താക്കൂർ പറയും. അപ്പോൾ ഈ ബ്രാഹ്മണൻ പറയും, ഓഹോ, അങ്ങനെ എല്ലാം മുസ്ലിം ആണെങ്കിൽ എല്ലാം പഠിച്ചിട്ട് തന്നെ വന്നിരിക്കുകയാണല്ലേ, അത് ശരി. അങ്ങനെയാണെങ്കിൽ തന്നെ എന്തിനാണ് ഇങ്ങനെ ഉറക്കെ ജപിക്കണത്? പതുക്കെ ജപിച്ചാൽ പോരെ നിങ്ങൾ എന്ന് പറയും. അപ്പോൾ പറയും, വാചികം, ഉപാംശു, മാനസികം എന്നിങ്ങനെ 3 തരം ജപങ്ങൾ ഉള്ളതിൽ മാനസിക ജപമാണ് ഏറ്റവും ഉന്നതമെന്ന് എനിക്കറിയാം. പക്ഷേ അതെല്ലാം ഞാൻ അദ്വൈതാചാര്യരിൽ നിന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ വിധി ദീക്ഷാമന്ത്രത്തിനുള്ളതാണ്. മാനസികമായ മന്ത്രം ജപം ദീക്ഷാമന്ത്രത്തിന് വേണ്ടിയുള്ളതാണ്. തിരുനാമത്തിന് അത് ബാധകമല്ലെന്ന് ഞാൻ അദ്വൈതാചാര്യരിൽ നിന്നും കേട്ടിട്ടുണ്ട്. തിരുനാമം വളരെ വ്യക്തമായിട്ടും ഉറക്കെ ശ്രദ്ധയോടെ ഭക്തിയോടെ വിശ്വാസത്തോടെ ജപിക്കേണ്ടതാണ്. അതെല്ലാവരും കേൾക്കണം. കാരണം അത് കേൾക്കുന്നത് കൊണ്ട് തന്നെ സകല ജീവാത്മാക്കളും, ഈ അന്തരീക്ഷത്തിലുള്ള ബാക്ടീരിയാസ്, ഫംഗസ്, പിന്നെന്താണ് ലക്ഷക്കണക്കിന് അണുക്കള്, പിന്നെന്താണ് കൃമികള്, പുഴുക്കള്, പഴുതാര, തേള്, പാറ്റ, പല്ലി, അത് കഴിഞ്ഞ് പശു, പട്ടി, പിന്നെ പറവകൾ, പാമ്പുകൾ, മരങ്ങൾ, ഇന്ന് തുടങ്ങി ഈ ചുറ്റുപാടുമുള്ള എല്ലാ അന്തരീക്ഷത്തിലുള്ള എല്ലാ സകല ജീവാത്മാക്കളെയും ശുദ്ധീകരിക്കാനും അവർക്കെല്ലാം വേഗം മനുഷ്യജന്മത്തിലേക്ക് എത്താനും സഹായിക്കുന്നതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം എന്ന് അദ്വൈതാചാര്യൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി നിന്ന നിൽപ്പിൽ അവർ ഇത് കേട്ടുകൊണ്ട് മരണമടഞ്ഞാൽ അവർക്ക് അപ്പോൾ തന്നെ മോക്ഷവും കിട്ടും. നമുക്ക് പൂന്താനത്തിന്റെ കഥയിൽ നമുക്ക് ആ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അത് സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഈ നാമം കേൾക്കുന്നത് കൊണ്ട് അവർക്ക് സദ്ഗതി കിട്ടും. കേട്ടുകൊണ്ട് മരിച്ചാൽ അവർക്ക് മോക്ഷവും കിട്ടും. അതുകൊണ്ട് ഈ മന്ത്രം ഞാൻ ഉറക്കെ ജപിക്കണമെന്ന് അദ്വൈതാചാര്യർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ ബ്രാഹ്മണൻ പറയും, അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റു യോഗ പദ്ധതികളുടെയൊക്കെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, തിരുനാമ ജപത്തിൽ നിരന്തരം അത് എന്താണ് ജപിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല. ചിലർക്കൊക്കെ തിരുനാമം ജപിക്കുന്നതിൽ ശ്രദ്ധ നിൽക്കില്ല. അങ്ങനെയുള്ളവർക്ക്
ആണ് ഈ മറ്റുള്ള എന്താണ് ജ്ഞാനമാർഗം, കർമ്മമാർഗം, അഷ്ടാംഗയോഗം, ഹഠയോഗം തുടങ്ങി പലതരം യോഗങ്ങളൊക്കെ ആ, മറ്റുള്ളവർക്ക്, കാരണം മനസ്സിൽ തിരുനാമത്തിൽ ഭക്തിയും വിശ്വാസവും ശ്രദ്ധയും ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് മറ്റ് യോഗങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആ, അപ്പോൾ ഉം, ഈ തിരുനാമ ജപത്തിന് എന്താണ് നാമജപത്തിൽ നിഷ്ഠ സിദ്ധിക്കുന്നത് വളരെ ദുർലഭമാണ്. ഭഗവാന്റെയും ഗുരുവിൻ്റെയും മഹാഭക്തന്മാരുടെയും കാരുണ്യം കൊണ്ട് മാത്രമേ ഒരാൾക്ക് തിരുനാമത്തിൽ എന്താണ് നിഷ്ഠ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് മറ്റുള്ള യോഗാ മാർഗങ്ങളെല്ലാം എല്ലാ സാധാരണക്കാർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാം. പക്ഷെ ഏറ്റവും ഉത്തമമായ, ഏറ്റവും ലളിതമായ, ഏറ്റവും ചെലവ് കുറഞ്ഞ, ഏറ്റവും ചെലവില്ലാത്ത, ഏറ്റവും എന്താണ് സൗകര്യപ്രദമായിട്ടുള്ള യുഗധർമ്മം ആണ് ഹരിനാമ സങ്കീർത്തനം. അപ്പോൾ ഇത് യുഗധർമ്മം കൂടിയാണ്, മറ്റുള്ളതൊന്നും യുഗധർമ്മമല്ല. അതൊന്നും ചെയ്തില്ലെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഈ കലിയുഗത്തിൽ യുഗധർമ്മമായ ഹരിനാമം തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ മോക്ഷം കിട്ടാൻ പറ്റത്തുള്ളൂ. മറ്റത് പറ്റും, പക്ഷെ വളരെ കഷ്ടപ്പാടാണ്, വളരെ സമയമെടുക്കും എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു. പിന്നെ ബ്രാഹ്മണന് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഹരിദാസ് വളരെയധികം മുസ്ലിം ആണെങ്കിലും ഒരു എന്താ പറയുക, ഒരു ബ്രാഹ്മണനേക്കാൾ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ പ്രീച്ചിങ്ങിലൂടെ ഈ ബ്രാഹ്മണന് മനസ്സിലായി. അങ്ങനെ ഹരിദാസ് താക്കൂർ നവദ്വീപിൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിൽ നിന്നും ശിഷ്യത്വം സ്വീകരിക്കുന്നു. ഭഗവാന്റെ ലീലകളിൽ പങ്കുകൊണ്ട് അവിടുത്തെ അന്തരംഗ ശിഷ്യരിൽ ഒരാളായിട്ട്, പ്രധാനിയായിട്ട് ഹരിദാസ് താക്കൂർ അവിടെ കഴിയുന്നു. മഹാപ്രഭുവും ഹരിദാസിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. എന്നും സന്ധ്യയ്ക്ക് ശ്രീവാസന്റെ വീട്ടിൽ ഒന്നിച്ച് കൂടി ഹരിനാമം സങ്കീർത്തനം, എന്താണ് ലഹരി, അവിടെ ഭയങ്കര രാത്രി മൊത്തം നാമജപമാണ്, ഭയങ്കര നൃത്തവും പാട്ടും ഒക്കെ ആയിരിക്കും വെളുക്കെ വെളുക്കെ. അപ്പോൾ ഒരു മുസ്ലിമായിട്ട് ജനിച്ചത് കൊണ്ട് താൻ വളരെ ഹീനനും ദീനനും ഒക്കെ ആണെന്ന് സ്വയം കരുതി ഹരിദാസ് താക്കൂർ എപ്പോഴും മുറിയുടെ ഏറ്റവും പുറകിൽ ചെന്ന് നിൽക്കും. ഒരു ദിവസം മഹാപ്രഭു ഉറക്കെ ചോദിച്ചു, ആ ഹരിദാസൻ എവിടെ? എൻ്റെ മുന്നിലേക്ക് അയാളെ കൊണ്ടുവരൂ എന്ന് പറയും. ഭക്തർ ചുറ്റും നോക്കിയപ്പോൾ അങ്ങ് മൂലയിൽ പിന്നിൽ ഹരിദാസ് നാമജപത്തിൽ മുഴുകി ബാഹ്യബോധമില്ലാതെ അങ്ങനെ നാമജപത്തിൽ മഗ്നനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അവര് എന്താണ് ഹരിദാസ് ഠാക്കൂറിനെ, എന്താണ് ബാഹ്യബോധം നഷ്ടപ്പെട്ട ഹരിദാസ് ഠാക്കൂറിനെ എടുത്ത് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. അങ്ങനെ ഭഗവാൻ ഹരിദാസ് ഠാക്കൂറിനെ തൃക്കൈ കൊണ്ട് സ്പർശിച്ചു. അപ്പോഴേക്കും അദ്ദേഹം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ചൈതന്യ മഹാപ്രഭു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറയും, ഹരിദാസ, അങ്ങ് സ്വയം ഹീനനാണെന്ന് അല്ലെങ്കിൽ നീചനാണെന്ന് ഒക്കെ കരുതരുത്. അങ്ങ് തീർത്ഥങ്ങളെ പോലും തീർത്ഥീകരിക്കാൻ ശക്തനാണ്. അപ്പോൾ അങ്ങയെ ആര് സ്മരിക്കുന്നുവോ, അങ്ങയുടെ നാമം ആര് സ്മരിക്കുന്നുവോ, അത് തന്നെ എനിക്ക് ചെയ്യുന്ന പൂജ പോലെയാണ്. കാരണം അത്ര പ്രിയമാണ് എനിക്ക് അങ്ങയെ. ഞാൻ എന്നും അങ്ങയോടൊപ്പം ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ഇനിയും ഉണ്ടാകും. അന്നവർ അങ്ങയെ ചാട്ടവാറ് കൊണ്ട് ക്രൂരമായിട്ട് അടിച്ചപ്പോഴും ചവിട്ടിയപ്പോഴും വലിച്ചഴിച്ചപ്പോഴും എല്ലാം എൻ്റെ ദേഹത്താണ് അതെല്ലാം വന്ന് കൊണ്ടത് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഉത്തരീയം എടുത്ത് മാറ്റി കാണിച്ചു കൊടുക്കും. അങ്ങനെ നോക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ദേഹം മുഴുവൻ അടികൊണ്ട പാടുകൾ നിറഞ്ഞു കിടക്കുന്നു. അങ്ങനെ ഇത് കണ്ട് ഹരിദാസനും മറ്റു ഭക്തരും എല്ലാം അതിശയം പൂണ്ടു. അപ്പോൾ അത്രയും ക്രൂരമായിട്ട് ചതച്ചിട്ടും തനിക്ക് അന്ന് വലിയ വേദന തോന്നാത്തതിൻ്റെ രഹസ്യം എന്തായിരുന്നു എന്ന് ഹരിദാസ് ഠാക്കൂറിന് ബോധ്യപ്പെട്ടു. ചൈതന്യ മഹാപ്രഭു ആ അടിയെല്ലാം സ്വയം ഏറ്റുവാങ്ങുമായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ തൻ്റെ പരിശുദ്ധ ഭക്തന്മാരുടെ സർവക്ലേശങ്ങളും ഭഗവാൻ സ്വയം ഏറ്റെടുക്കുന്നു. കലിയുഗത്തിൽ ദുഷ്ടരെ നിഗ്രഹിക്കാതെ തിരുനാമ സങ്കീർത്തനം വഴി അവരെ ഉദ്ധരിക്കുകയാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാര ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ചൈതന്യ മഹാപ്രഭു പറയും, നിനക്ക് ഇഷ്ടമുള്ള വരം എന്തുവാണെന്ന് വെച്ചാൽ ചോദിച്ചുകൊള്ളൂ എന്ന് പറയും. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ പറയും, ദയാനിധേ അല്ലെ കരുണാസിന്ധു ഭഗവാനെ, എനിക്ക് അങ്ങനെ ഒരു വരവും എനിക്ക് വേണ്ട. ഇനി അഥവാ അങ്ങ് എന്തെങ്കിലും വരം വേണമെന്ന് അങ്ങക്ക് നിർബന്ധമുണ്ടെങ്കിൽ, അങ്ങയിൽ പരിപൂർണ ഭക്തിയും തിരുനാമത്തിൽ എനിക്ക് എപ്പോഴും ശ്രദ്ധയും രുചിയും പരമഭക്തന്മാരുടെ പാദധൂളികൾ ശിരസിൽ അണിയാനുള്ള ഭാഗ്യവും എനിക്ക് തരണം എന്ന് ഹരിദാസ് ഠാക്കൂർ പറയും. അപ്പോൾ ഇത് കേട്ട് സർവരും അതിശയിച്ചു പോകും. കാരണം ഒരു വലിയ മഹാഭക്തൻ മാത്രമാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മഹാസന്തുഷ്ടനായ മഹാപ്രഭു ഹരിദാസിനെ അനുഗ്രഹിച്ചു.
കാലങ്ങൾ കടന്നുപോയി. ഒരിക്കൽ മഹാപ്രഭു അവരോട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ മാത്രം ഒരു വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ മാത്രം ജപിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മൾ തിരുനാമത്തെ പ്രചരിപ്പിക്കണം. ഓരോ വീട്ടിലും ചെന്നിട്ട് തിരുനാമത്തെ ജപിച്ച് അല്ലെങ്കിൽ അവരെ കൊണ്ട് ജപിപ്പിച്ചിട്ട് അവരെ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കണം, അവരെ ഭഗവാനിലേക്ക് നയിക്കണം എന്ന് ചൈതന്യ മഹാപ്രഭു പറയും. അങ്ങനെ ഹരിനാമ പ്രചാരണാർത്ഥം അന്തരംഗ ശിഷ്യർ വീടുകളിലേക്ക് പോകാൻ തുടങ്ങി. ഹരിദാസ് ജിയും നിത്യാനന്ദ പ്രഭുവും ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. തിരുനാമം ഉച്ചത്തിൽ ജപിച്ച് വീടുകൾ തോറും സഞ്ചരിച്ച് എളിമയത്തോടെ സർവരോടും തിരുനാമം ജപിക്കാൻ അവർ ആവശ്യപ്പെടും. ഭിക്ഷക്കാരായിരിക്കുമെന്ന് കരുതി ആൾക്കാർ ചിലപ്പോൾ ഭിക്ഷയൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഭിക്ഷക്കാരല്ല, സർവീശ്വരന്റെ തിരുനാമം പ്രചരിപ്പിക്കാൻ വന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ ഭഗവാന്റെ നാമം, ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം, ഞങ്ങൾക്ക് തരുന്ന ഭിക്ഷ അതായിരിക്കണം, അതുകൊണ്ട് നിങ്ങളെ കൂടെ ജപിക്കണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ജപിപ്പിക്കും. അങ്ങനെ ദിവസവും ഈ എല്ലാ ലോകരെ മുഴുവൻ ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ബംഗാളിലുള്ള സകല സ്ഥലങ്ങളിലും പോയി ഭക്തന്മാർ ഇങ്ങനെ ജനങ്ങളെ കൊണ്ട് നാമം ജപിപ്പിക്കുമായിരുന്നു. ജനങ്ങൾ അങ്ങനെ സംഘമായിട്ട് തിരുനാമ സങ്കീർത്തനം ചെയ്യാൻ തുടങ്ങി. തെരുവുകൾ നാമസങ്കീർത്തന ഘോഷങ്ങളാൽ പ്രതിധ്വനിച്ചു. അങ്ങനെ പ്രഭാതം മുതൽ പ്രദോഷം വരെ പ്രചാരണം ചെയ്തവർ അന്നന്നത്തെ വിശേഷങ്ങളൊക്കെ ചൈതന്യ മഹാപ്രഭുവിനെ അറിയിക്കുമായിരുന്നു. മഹാപ്രഭു അത് കേട്ട് വളരെയധികം സന്തോഷിക്കുമായിരുന്നു. അക്കാലത്ത് നവദ്വീപിലെ ജഗായി മധായി എന്ന പേരിൽ അതിക്രൂരരായ രണ്ട് ബ്രാഹ്മണരുണ്ടായിരുന്നു. ബ്രാഹ്മണരാണെങ്കിലും ചണ്ടാളന്മാരെക്കാൾ താഴെ നിൽക്കുന്ന ടീമാണ് ഇവർ രണ്ടുപേരും. മദ്യപാനം, കൊല, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കല്, പാവങ്ങളെ തങ്ങളുടെ ശക്തിയാൽ മർദ്ദിക്കുക, പച്ചത്തെറി വിളിക്കുക, ഇതൊക്കെ ഇങ്ങനെ ക്രൂരമായ പ്രവൃത്തികൾ. ഒന്ന് മാത്രമല്ല, കൊള്ളയടിക്കുന്നതിൻ്റെ ഒരു പങ്ക് നഗരം ഭരിക്കുന്ന ഖാജിക്ക് കൊണ്ടു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഖാജിയുടെ ഭടന്മാരാ ഖാജിയോ ഇതിനെ എതിരിടത്തുമില്ല, സപ്പോർട്ട് ചെയ്യും. ഇന്നത്തെ നമ്മുടെ ഭരണകൂടം പോലെ അമ്പലം അങ്ങനെ കൊള്ളയടിച്ചുകൊണ്ട് പോയാലും മിണ്ടാതിരിക്കും. അതുപോലെയുള്ള ആൾക്കാരാണ് അന്ന് അവിടെ ബംഗാൾ ഭരിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം നിത്യാനന്ദ പ്രഭുവും ഹരിദാസ് ജിയും നാമപ്രചാരണാർത്ഥം പോയ വഴിയിൽ ജഗായി മതായിമാര് കണ്ണും ചുവന്ന് മദ്യപിച്ച് അങ്ങനെ ആടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്താണ്, ആൾക്കാർ ഇവരെ കണ്ട് ഭയന്ന് ദൂരെ മാറി നിൽക്കുകയാണ്, അങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഇവരെ അങ്ങോട്ട് പോകാൻ വയ്യ, പേടിയാണ് എല്ലാവർക്കും. അപ്പോൾ നിത്യാനന്ദ പ്രഭുവും ഹരിദാസ് ഠാക്കൂറും ഇങ്ങനെ ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി അവിടെ എത്തിയപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ കൂടി നിന്ന് എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇവരും വന്ന് നോക്കിയപ്പം അവര് രണ്ടുപേര് താഴെ 2-3 പേരൊക്കെ ഇരിപ്പുണ്ട്. എല്ലാം വെള്ളം അടിച്ച് ഫിറ്റായിട്ട് കുടങ്ങളിലാണ് അന്ന് വെള്ളം, ഇന്നത്തെ പോലെ കുപ്പിയൊന്നുമില്ല. അങ്ങനെ മദ്യം പാനം ചെയ്തുകൊണ്ട് ആടി നിൽക്കുന്നു. ചിലർ അവിടെ കിടക്കുന്നു, ചിലർ വാളൊക്കെ വെച്ച് അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആൾക്കാർ പറയും, നിങ്ങൾ എവിടെ പോണത്? അവരങ്ങോട്ട് പോകണം, അങ്ങോട്ടൊന്നും പോകരുത്, അവർ മഹാക്രൂരന്മാരാണ്, നിങ്ങളെ അടിച്ച് ചതച്ച് കളയും, അങ്ങോട്ട് പോകരുതെന്ന് പറയും. അപ്പോൾ ഇത് കേട്ട് ഹരിദാസ് ഠാക്കൂറിന് വല്ലാത്ത പേടിയായി. അദ്ദേഹം വിറച്ച് അങ്ങനെ മാറി നിൽക്കും. അപ്പോൾ നിത്യാനന്ദ പ്രഭു എന്തിനാ ഇങ്ങനെ പേടിച്ച് നിൽക്കണത്? നമ്മൾ ഈ ആൾക്കാരെ മാറ്റാനാണ് നമ്മൾ വന്നിക്കുന്നത്. അപ്പോൾ നല്ല മനുഷ്യരെ കൊണ്ട് തിരുനാമം ജയിപ്പിക്കുന്നത് വലിയ വലിയ മഹത്വമൊന്നും അതിലില്ല, മറിച്ച് പാപികളെ കൊണ്ട് വേണം നമ്മൾ നാമം ജപിക്കാൻ. അപ്പൊ ഇവരാണ് ശരിക്കും മഹാപ്രഭുവിന്റെ കരുണയ്ക്ക് അധികം പാത്രീഭൂതരാകേണ്ടവർ. അപ്പോഴാണ് പതിതപാവൻ എന്ന അവിടുത്തെ തിരുനാമം സാർത്ഥകമാകുന്നത്. അതുകൊണ്ട് രോഗികൾക്ക് വേണം ആദ്യം ചികിത്സ കൊടുക്കേണ്ടത് എന്ന് ആര് പറയും? നിത്യാനന്ദ പ്രഭു പറയും. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ വിഷമത്തോടെ, അദ്ദേഹത്തിന് പേടിയുണ്ട് അവരെന്തെങ്കിലും ചെയ്യുമെന്ന്, അങ്ങനെ അദ്ദേഹത്തിന് നിത്യാനന്ദ പ്രഭുവിന്റെ കൂടെ അവര് അങ്ങോട്ട് പോവും. അപ്പോ എന്താണ്, അവരിങ്ങനെ ജഗായ് മതായിയുടെ മുന്നിലേക്ക് എത്തി. അപ്പോൾ അവിടെ ഇങ്ങനെ പകുതി അടഞ്ഞ കണ്ണുകളുമായിട്ട് ഇങ്ങനെ ആടി നിൽക്കുകയാണ് ആര്? ജഗായ് മതായിമാര്. അപ്പോൾ ചോദിക്കും, ആരാണ്, എന്താണ്, എവിടെ നിന്ന് വരുന്നു, എന്തിനാണ് വന്നത് എന്നൊക്കെ അവർ ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സാധാരണ പിശുക്കളാണ്, ഹരിനാമം പ്രചാരണാർത്ഥം വന്നതാണ്, ദയവായിട്ട് നിങ്ങൾ നാമം ജപിക്കണം, നാമം ജപിച്ച് മനുഷ്യജന്മം സാർത്ഥകമാക്കണം എന്ന് നിത്യാനന്ദ പ്രഭു ഹരിദാസ് ഠാക്കൂറും കൂടി പറയുന്നതും പിടിച്ചു കെട്ടിനടായവരെ എന്ന് ആര് പറയും? ജഗായ് മതായിമാരെ വിളിച്ച് ശിങ്കടിമാരെ കൊണ്ട് പറയും. അങ്ങനെ ശിങ്കടിമാരെല്ലാം കൂടെ ചാടി എണീറ്റ്
നിത്യാനന്ദ പ്രഭുവിനെയും ഹരിദാസ് ഠാക്കൂറിനെയും പിടിക്കാൻ പോണതും ഇവർ ഓടി രക്ഷപ്പെടും. വിവരം അവർ മഹാപ്രഭുവിൻ്റെ അടുത്ത് വന്ന് പറയും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ചൈതന്യ മഹാപ്രഭു, അങ്ങയുടെ കൃപയ്ക്ക് പാത്രീഭൂതരായവർക്ക് എങ്ങനെ എത്ര കാലം നീചകർമ്മത്തിൽ നിന്നും അവർക്ക് നീചകർമ്മം ചെയ്യാൻ പറ്റും? അവർ ഉടനെ ഭഗവതോത്തന്മാവന്മാരായിട്ട് മാറും, അവർ ഭഗവാന്റെ ഭക്തന്മാരായിട്ട് ഉടനെ മാറും എന്ന് ചൈതന്യ മഹാപ്രഭു പറയും. മറ്റൊരു ദിവസം ഹരിദാസ് ഠാക്കൂർ മറ്റൊരാൾക്കൊപ്പം മറ്റൊരു സ്ഥലത്തേക്ക് പ്രചാരണം നടത്താൻ പോകുന്ന സമയത്ത് നിത്യാനന്ദ പ്രഭു ഒറ്റയ്ക്കായിരുന്നു. അദ്ദേഹം ജഗാമതായിമാരുടെ മുന്നിലേക്ക് ചെല്ലും അന്നും. അപ്പോഴും ഈ പറഞ്ഞ കുടിച്ച് ലക്ക് കെട്ട് നിൽക്കുകയായിരുന്നു ഈ ജഗായി മതായിമാര്. അപ്പോൾ അവരോട് നിത്യാനന്ദ പ്രഭു പറയും, ഞാനാണ് എന്ന് പറയും. ഞാനാണെന്ന് വെച്ചാൽ, അപ്പോൾ നിത്യാനന്ദ പ്രഭു പറയും, ഞാൻ ഒരു അവധൂതൻ, മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ പങ്കുകൊള്ളുന്നവൻ, നിങ്ങൾക്ക് ഹരിനാമം ജപിപ്പിക്കാൻ വേണ്ടി വന്നവൻ. അപ്പോൾ ഇദ്ദേഹം പറയും, നിങ്ങളല്ലേ മുമ്പ് ഇവിടെ വന്നത്, അന്ന് ഓടി രക്ഷപ്പെട്ട ആളല്ലേ എന്ന് ചോദിക്കും. അതെ. അപ്പോ അതെ, ഞാൻ തന്നെയാണ് ആള് എന്ന് പറയും. നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുത്, നിങ്ങൾ നാമം ജപിച്ച് നിങ്ങൾ മനുഷ്യനായിട്ട് മാറണം എന്ന് പറയണതും ഇത് കേട്ട് ക്രൂധനായിട്ട് മതായി അവിടെ ഇരുന്ന ഒരു മൺകലമെടുത്ത് നിത്യാനന്ദ പ്രഭുവിന്റെ തലയെ നോക്കി ഒറ്റയാടി, അങ്ങനെ തല പൊട്ടി ചോര ചീറ്റി ഒഴുകാൻ, പൈപ്പിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടതുപോലെ ചാടും. അങ്ങനെ അവിടെ മൊത്തം രക്തപ്രളയമാവും. ആൾക്കാർ ഇത് കണ്ട് ഉറക്കെ നിലവിളിക്കും. പക്ഷെ അടുത്തേക്ക് വരാൻ എല്ലാവർക്കും ഭയങ്കര പേടി. എന്നാൽ നിത്യാനന്ദ പ്രഭു അവരോട് ദേഷ്യം തോന്നാതെ തിരുനാമം ഉച്ചത്തിൽ ലഭിച്ച് ആനന്ദ നൃത്തം ചെയ്യും. എന്നിട്ട് അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിക്കും, ഭഗവാനെ, അജ്ഞതയാൽ ഇവർ ചെയ്ത അപരാധം അങ്ങ് ക്ഷമിക്കണം, ഇവരെ ഉദ്ധരിക്കണം എന്ന് നിത്യാനന്ദ പ്രഭു പ്രാർത്ഥിക്കും. അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ മഥായിക്ക് വീണ്ടും കോപം വരും. വീണ്ടും കലമെടുത്ത് നിത്യാനന്ദ പ്രഭുവിന്റെ തലയിൽ അടിക്കാൻ മുതിരുമ്പോൾ ജഗായി തടുക്കും. ജഗായി പറയും, മതി, ഇനി അദ്ദേഹത്തെ അടിച്ച അദ്ദേഹം ചത്തുപോകും, അതുകൊണ്ട് അടിക്കരുത് എന്ന് പറയും. അങ്ങനെ ഈ സംഭവം ഈ കണ്ടുകൊണ്ട് നിന്ന ആൾക്കാർ ഓടി ചെന്നിട്ട് ആരെ അറിയിക്കും? ചൈതന്യ മഹാപ്രഭുവിനെ അറിയിക്കും. അങ്ങനെ ചൈതന്യ മഹാപ്രഭു സങ്കടത്തോടു കൂടി ഓടി ഓടി ഇവിടെ വരും. ഇവിടെ വന്ന് ചക്രം ചക്രം എന്ന് പറഞ്ഞ് കൈ ആകാശത്തേക്ക് ഉയർത്തും. പെട്ടെന്ന് അകലയിൽ നിന്നും ആ സുദർശന ചക്രം ഭയങ്കര ഭീകരമായ ശബ്ദത്തോടുകൂടി ആകാശത്തിൽ കോടി സൂര്യപ്രഭയോടുകൂടി സുദർശന ചക്രം ആകാശത്തിൽ പ്രത്യക്ഷപ്പെടും. ഇത് കണ്ട് നിത്യാനന്ദ പ്രഭു മഹാപ്രഭുവിന്റെ മുന്നിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ വീണിട്ട് പറയും, മഹാപ്രഭു, അങ്ങ് ഒന്നും ചെയ്യരുത്, ഇവരെ നിഗ്രഹിക്കരുത്. അങ്ങയുടെ ഈ അവതാരത്തിൽ ഉദ്ധരിക്കലേ ഉള്ളൂ, അല്ല നിഗ്രഹിക്കലില്ല. അങ്ങ് അങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, അത് അങ്ങ് ഓർമ്മിക്കണം. പതിതപാവനായ അങ്ങ് ഇവരെ ഉദ്ധരിച്ചാലും അങ്ങ് ഇവരെ നിഗ്രഹിക്കരുതേ എന്ന് നിത്യാനന്ദ പ്രഭു പറയും. എന്നാൽ മഹാപ്രഭു ഇത് കേട്ടിട്ട് ശാന്തനാവില്ല. ചക്രത്തെയും മഹാപ്രഭുവിന്റെ രോക്ഷത്തെയും കണ്ട് ജഗായി മതായി ഭയചകിതരായിട്ട് നിന്ന് കുടിച്ചതിന്റെ ലെക്കെല്ലാം അവർക്ക് പോവും. അവര് ശരിക്കും ബോധവും വരും. അവർ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങും. അങ്ങനെ ഭക്തവാത്സല്യം കാരണം അവതാര ഉദ്ദേശം മറന്നു പോകരുത്, ഇവർ അപതിതരും അതിദീനരുമാണ്, അങ്ങ് ദീനബന്ധുവും പതിതപാവനുമല്ലേ എന്നൊക്കെ നിത്യാനന്ദ പ്രഭു വീണ്ടും പറയും. എന്ന് മാത്രമല്ല, ഈ ജഗായി എന്നെ രണ്ടാമത്തെ പ്രഹരത്തിൽ നിന്നും രക്ഷിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം രണ്ടുപേരും അങ്ങനെ മോശക്കാരൊന്നും അല്ല എന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് മഹാപ്രഭു അതിപ്രസന്നനായിട്ട് തൻ്റെ മുന്നിൽ ഭയന്ന് വിറച്ചു നിന്ന ജഗായിയെ കെട്ടിപ്പുണരും. നീ എൻ്റെ സഹോദരനെ മരണത്തിൽ നിന്നും രക്ഷിച്ചു, നിന്നേക്കാൾ പ്രിയപ്പെട്ടവനായിട്ട് എനിക്ക് വേറെ ആരാണുള്ളത് എന്ന് ചൈതന്യ മഹാപ്രഭു പറയും. അപ്പോഴും തൻ്റെ പ്രിയഭക്തനെ ദ്രോഹിച്ച മതായിയോടുള്ള കോപം ശമിച്ചിരുന്നില്ല ചൈതന്യ മഹാപ്രഭുവിന്. അങ്ങനെ മഹാപ്രഭുവിന്റെ നോട്ടം സഹിക്കാനാകാതെ പേടിച്ച് വിറച്ചു നിന്ന ജഗായിയോട് ഭഗവാൻ പറയും, എൻ്റെ നേരെ ചെയ്യുന്ന പാപം ഞാൻ ക്ഷമിക്കും, പക്ഷെ എൻ്റെ ഭക്തന്റെ നേരെ ചെയ്യുന്ന അപരാധത്തെ ഞാൻ ഒട്ടും ക്ഷമിക്കില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ വിടില്ല എന്ന് പറയും. അങ്ങനെ ജഗായി എന്ത് ചെയ്യും? മതായി ഓടി ഇരുന്നിട്ട് നിത്യാനന്ദ പ്രഭുവിന്റെ പാദത്തിൽ വീഴും. അങ്ങനെ നിത്യാനന്ദ പ്രഭു വീണ്ടും ചൈതന്യ മഹാപ്രഭുവിന്റെ പാദത്തിലേക്ക് വീഴാൻ പറയും. അങ്ങനെ രണ്ടുപേരും ചൈതന്യ മഹാപ്രഭുവിന്റെ പാദത്തിലേക്ക് വീണ് നമസ്കരിച്ചു. ചക്രം ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ അഗ്നി വെതറിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആൾക്കാരെല്ലാം ഇത് കണ്ട് അതിശയത്തോട് നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ നിത്യാനന്ദ പ്രഭു
ആ, ഭഗവാനെ നോക്കി, ഭഗവാനെ അവിടത്തേക്കല്ലാതെ മറ്റാർക്കാണ് പതിതരെ ഉദ്ധരിക്കാനാവുക? അവിടുന്ന് ഭക്തന്മാരുടെ യശസ്സും സർവവും പരത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ വല്ല സുഹൃതവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവർക്കായിട്ട് ഞാൻ നൽകുന്നു എന്ന് ആര് പറയും? നിത്യാനന്ദ പ്രഭു പറയും. അത് കേട്ടത് മഹാപ്രഭു ജഗായിയും മതായിയെയും എണീപ്പിച്ചിട്ട് ആലിംഗനം ചെയ്യും. ആം, അങ്ങനെ ഭഗവത് ആജ്ഞയ്ക്ക് നിന്ന സുദർശന ചക്രത്തെ തിരിച്ചു പോയി കാണാൻ പറയും. അങ്ങനെ സുദർശന ചക്രം തിരിച്ചു പോകും. മഹാപ്രഭുവിന്റെ സ്പർശനം കൊണ്ട് തന്നെ ജഗായി മതായിമാരെ മൂർച്ഛിച്ച് താഴെ വീണു, ബോധം കെട്ട് വീഴും. ആ, അങ്ങനെ മഹാപ്രഭു അവിടെ സങ്കീർത്തനം ആരംഭിക്കും. എല്ലാവരും അതിൽ പങ്കുകൊള്ളും. തുടർന്ന് മഹാപ്രഭു ഇരുവരെയും കൂട്ടി ഗംഗാ തീരത്തേക്ക് പോകും. അവരോട് ഗംഗയിൽ ഇറങ്ങാനും, ഒപ്പം അദ്ദേഹവും ഇറങ്ങി ജലമെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് കോടി കോടി ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളെല്ലാം എനിക്ക് തരൂ എന്ന് ചൈതന്യ മഹാപ്രഭു പറയും. എന്നാൽ അവര് ആ വെള്ളം ദൂരെ കളഞ്ഞിട്ട്, ഞങ്ങൾ ചെയ്ത ഘോരവും ക്രൂരവും ഒക്കെ ആയ മഹാപാപങ്ങൾ അങ്ങേക്ക് തരാനോ? ഞങ്ങളുടെ ഹൃദയം പിളർന്നു പോകുന്നു എന്ന് ഇവർ രണ്ടുപേരും പറയും. അവരുടെ മനസ്സിൽ വളരെ മനപരിവർത്തനം ഉണ്ടായി ഭഗവാന്റെ സ്പർശനത്തോടു കൂടി തന്നെ. അങ്ങനെ അവർ പറയും, ഭക്തന്മാർ അങ്ങേക്ക് വിലപിടിപ്പുള്ള സ്വർണവും രത്നവും ഇതൊക്കെ തരുമ്പോൾ ഞങ്ങളുടെ മഹാപാപങ്ങളാണോ തരുകേണ്ടത്? ഞങ്ങളെ ലോകം പഴിക്കും, ഞങ്ങൾക്ക് ഒരിക്കലും സദ്ഗതി കിട്ടില്ല എന്നൊക്കെ അവര് കരഞ്ഞ് നിലവിളിക്കും. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറയും, നിങ്ങളുടെ പാവം സ്വീകരിച്ചാൽ ഞാൻ അധികം അധികം പാവനനായിട്ട് മാറുകയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് എന്ന് മഹാപ്രഭു പറയും. അപ്പോ അതേ, മഹാപ്രഭു ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ഒരു പാപത്തിന് അവിടുത്തെ ഒന്നും ചെയ്യാനാകില്ല. നിങ്ങൾ അവിടുത്തെ അനുസരിക്കൂ എന്ന് നിത്യാനന്ദ പ്രഭു പറയും. അങ്ങനെ അവരുടെ പാപം സ്വീകരിച്ച മഹാപ്രഭുവിന്റെ ആ ഗോൾഡൻ കളർ അത് കുറെ കാലം മങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. എന്തായാലും ഗംഗാതീരത്ത് ഒരു ഘട്ടം നിർമ്മിച്ച് അവിടെ അവരെ ഇരുത്തും ചൈതന്യ മഹാപ്രഭു. അവർ മഹാഭക്തരായിട്ട് നാമം ജപിക്കും. അങ്ങനെ ദിവസം 2 ലക്ഷത്തോളം തവണ അവര് നാമം ജപിക്കാൻ തുടങ്ങി. ചാന്ദകാസിയുടെ ഹരിനാമ സങ്കീർത്തന നിരോധനത്തെ പ്രതിരോധിക്കാൻ മഹാപ്രഭു സങ്കീർത്തന സംഘത്തെ 4ആയി തിരിച്ചതിലും ഈ പറയുന്ന 1 അദ്വൈതാചാര്യരുടെ നേതൃത്വം, 2 ശ്രീവാസന്റെ നേതൃത്വം, 3 ഹരിദാസ് ജിയുടെ നേതൃത്വം, 4 മഹാപ്രഭു നിത്യാനന്ദമാരുടെ നേതൃത്വം, അതിലും ഇങ്ങനെ 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിരുന്നു. അതിലെ ഒരു ഗ്രൂപ്പ് ഹരിദാസ് ജിയാണ് നയിച്ചിരുന്നത്. കാലം കഴിഞ്ഞു പോയി. മഹാപ്രഭു സന്യാസിയായി പുരി കഴിയവേ ഹരിദാസ് ജി മായാപുരിയിൽ നിന്നും ഭക്തന്മാരോടൊപ്പം ജഗന്നാഥ് പുരിയിലേക്ക് ചെല്ലുന്നു. അങ്ങനെ അദ്വൈതാചാര്യരുടെ നേതൃത്വത്തിൽ ഹരിനാമ സങ്കീർത്തനം ചെയ്തു വന്ന സംഘത്തിന്റെ ഏറ്റവും പുറകിലായിട്ട് ഹരിദാസും നടന്നു. അപ്പോ ഭക്തന്മാരുടെ വരവറിഞ്ഞ മഹാപ്രഭു സ്വരൂപ് ദാമോദര ഗോസ്വാമിയോടും ഗോവിന്ദനോടും മാലകളുമായിട്ട്, ഭഗവാനും സമർപ്പിച്ച പ്രസാദവുമായിട്ട് അവരെ സ്വീകരിക്കാൻ പറഞ്ഞയക്കുന്നു. അങ്ങനെ എല്ലാവരെയും അവരെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കും. രാജാ പ്രതാപ് രുദ്രന് മഹാപ്രഭു അവരെ എല്ലാം പരിചയപ്പെടുത്തുന്നു. ആ സമയത്താണ് ഹരിദാസ് ഠാക്കൂറിനെ കാണാനില്ല എന്ന് മനസ്സിലാകുന്നത്. രാജാവ് അവർക്ക് വേണ്ട പ്രസാദവും താമസിക്കാനുള്ള സൗകര്യവും എല്ലാം ഒരുക്കി കൊടുക്കുന്നു. ഹരിദാസിനെ കാണാത്തത് കൊണ്ട് ഹരിദാസൻ എവിടെ പോയി എന്ന് മഹാപ്രഭു ചോദിക്കും. അപ്പോൾ ചിലർ പറയും, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ ഈ അമ്പലത്തിന്റെ തൊട്ട് മുമ്പിൽ വരെ ഉണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല, എന്നാൽ അവരദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറയും. അങ്ങനെ അവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഹരിദാസ് അമ്പലത്തിന്റെ പുറകില് ഒരു തണല് നോക്കി കിടക്കുന്നു. അപ്പോൾ ഹരിദാസ് അപ്പോഴേക്കും നല്ല പ്രായമായി, വയസ്സായി വരുന്നു ഇതിനിടയ്ക്ക്. അങ്ങനെ അദ്ദേഹം മഹാപ്രഭു തിരക്കുന്നു ഹരിദാസ് എന്ന് അവർ വന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം പറയും, ഞാൻ പതിതാത്മാവാണ്, നീചനാണ്, ഞാൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഞാൻ അമ്പലത്തിൽ കടക്കുന്നത് കൊണ്ട് ഇവിടെ ആചാര ലംഘനം വരാൻ പാടില്ല, അത് ഭക്തന്മാർക്ക് ബാധിക്കാൻ പാടില്ല, വൈഷ്ണവർക്ക് അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഭഗവാൻ ഈ സകല ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളല്ലേ ജഗന്നാഥ്, ജഗത്തിൽ മൊത്തം നിറഞ്ഞിരിക്കുന്ന ആളല്ലേ, അദ്ദേഹത്തിനെ ഞാൻ എല്ലാ ഇതിലും കണ്ടുകൊള്ളാം, ഞാനിവിടെ കഴിഞ്ഞുകൊള്ളാം എന്ന് ഹരിദാസ് ഠാക്കൂർ വളരെ എളിമത്വത്തോടു കൂടി പറയും. അങ്ങനെ ഇത് മഹാപ്രഭു അറിയും. ഇതറിഞ്ഞ മഹാപ്രഭു പറയും, കണ്ട ആ മഹാഭക്തന്റെ എളിമത്തം നിങ്ങൾ എല്ലാവരും കാണണം. തന്റെ ക്ഷേത്രപ്രവേശനം ഒരു പ്രശ്നമായിട്ട് മാറരുതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ എന്ത് എളിമത്തം വേണം. ഞാൻ വിളിച്ചിട്ട് പോലും, രാജാവ് പറഞ്ഞിട്ട് പോലും അദ്ദേഹം അമ്പലത്തിൽ കയറുന്നില്ല. അദ്ദേഹം കാരണം ഒരു പ്രശ്നം ഒരിക്കലും ഭാവിയിലോ ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ മഹാപ്രഭു എന്ത് ചെയ്യുന്നു, കാശിനാഥ മിശ്ര എന്ന ഒരു ഭക്തനോട് ഹരിദാസൻ താമസിക്കാൻ വേണ്ട സൗകര്യവും അദ്ദേഹത്തിന് വേണ്ട പ്രസാദവും എല്ലാം കൊടുത്തയക്കും. അങ്ങനെ എന്നിട്ട് മഹാപ്രഭു ഇദ്ദേഹത്തിനെ കാണാൻ അങ്ങോട്ട് ചെല്ലും. അങ്ങനെ മഹാപ്രഭുവിനെ ദൂരെ നിന്ന് കണ്ടെന്ന് ഹരിദാസ് ഠാക്കൂർ സാഷ്ടാംഗം വീണ് നമസ്കരിക്കും.
അങ്ങനെ മഹാപ്രഭു ഓടിച്ചെന്നിട്ട് ആ മഹാത്മാവിനെ, ഹരിദാസ് താക്കൂറിനെ ആലിംഗനം ചെയ്യും. എന്താ നീ അകത്തേക്ക് വരാത്തത് എന്ന് മഹാപ്രഭു ചോദിക്കും. പ്രഭു, ജഗന്നാഥൻ എല്ലായിടത്തും ഉണ്ടല്ലോ, ഞാൻ ഇവിടെ ഇരുന്ന് നാമം ജപിച്ചാൽ മാത്രം മതി ഭഗവാൻ എന്നെ സ്വീകരിക്കാനായി. എൻ്റെ അരികിൽ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അങ്ങ് വന്നല്ലോ, അതിൽ കൂടുതൽ എന്ത് വേണമെന്ന് ഹരിദാസ് താക്കൂർ പറയും. അങ്ങനെ ക്ഷേത്ര ഉദ്യാനത്തിൽ അകത്തുള്ള ഒരു കുടീരത്തിലിരുന്ന് നിരന്തരം നാമസങ്കീർത്തനം നടത്തൂ എന്ന് ചൈതന്യ മഹാപ്രഭു പറയും. അവിടെ താമസം ഒരുക്കി കൊടുക്കും. അങ്ങനെ എന്നും ചൈതന്യ മഹാപ്രഭു കുളിക്കാനായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ വരും, ഈ ഇദ്ദേഹത്തിൻ്റെ കുടിലിൽ വരും. അങ്ങനെ ഇദ്ദേഹത്തിന് കഴിക്കാനുള്ള പ്രസാദവും അമ്പലത്തിൽ നിന്നും അറേഞ്ച് ചെയ്തും, അങ്ങനെ ക്ഷേത്ര ഗോപുരത്തിലെ ഗോപുരത്തിലെ ചക്രത്തിലെ ആ ചക്രത്തിലെ ജഗന്നാഥനെ ദർശിച്ചുകൊള്ളൂ എന്ന് ഭഗവാൻ ഹരിദാസ് ഠാക്കൂറിനോട് പറയും. സമുദ്ര സ്നാനാനന്തരം നിത്യവും ഞാൻ അങ്ങയെ ഇവിടെ വന്ന് സന്ദർശിച്ചു കൊള്ളാമെന്നും ചൈതന്യ മഹാപ്രഭു വാക്ക് കൊടുക്കും. അങ്ങനെ വാർദ്ധക്യം വന്നു മൂടിയ ഹരിദാസ് ജി ജഗന്നാഥ്പുരിയിൽ നാമജപവുമായിട്ട് കഴിഞ്ഞു. രഥോത്സവങ്ങളിൽ 7 സംഘങ്ങളായി തിരിച്ച കീർത്തന സംഘത്തിൽ 2ാം സംഘത്തിൽ ഹരിദാസ് ഠാക്കൂറും ഉണ്ടായിരുന്നു. വാർദ്ധക്യം വല്ലാതെ പിടികൂടി എണീറ്റ് നടക്കാനാകാതെ ശരീരം ശോഷിച്ച് തളർന്ന അവശനായി കിടന്നുകൊണ്ട് ജപിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഹരിദാസ് ഠാക്കൂർ എത്തി. മഹാപ്രഭു എന്നും വന്ന ഹരിദാസ് ഠാക്കൂറിനെ കാണും. ഒരിക്കൽ മഹാപ്രഭുവിന്റെ സേവകനായ ഗോവിന്ദൻ ജഗന്നാഥ സ്വാമിയുടെ പ്രസാദവുമായി എത്തിയപ്പോൾ കണ്ണടച്ച് കിടക്കുന്ന ഹരിദാസ് ജിയുടെ ചുണ്ടുകൾ അപ്പോഴും മഹാമന്ത്രം ജപിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അദ്ദേഹം ചോദിക്കും, എന്താ ഹരിദാസ്, സുഖമില്ലേ, നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പം പറയും, എണീറ്റ് പ്രസാദം കഴിക്കൂ എന്ന് പറയുമ്പോൾ, ഇല്ല, എനിക്ക് നാമസംഖ്യ കഴിഞ്ഞിട്ടില്ല, അത് മുഴുമിക്കാതെ ഞാൻ എങ്ങനെ ആഹാരം കഴിക്കും, പ്രസാദത്തിന് അനാദരിക്കാനും പറ്റില്ലല്ലോ എന്ന് സങ്കടത്തോടെ പറയും. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് എനിക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് ഹരിദാസ് ആ പ്രസാദത്തിൽ നിന്ന് അല്പം എടുത്ത് ഭക്ഷിച്ചു വീണ്ടും കിടന്നുകൊണ്ട് തന്നെ നാമം ജപിക്കാൻ തുടങ്ങി. ഈ ഗോവിന്ദൻ വിവരം മഹാപ്രഭുവിനെ അറിയിച്ചു. മഹാപ്രഭു ഓടിയെത്തി. ഹരിദാസ്, എന്താണ്, ദേഹസുഖമില്ലേ, എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, മനസ്സിനാണ് വിഷമം, കാരണം നാമസംഖ്യ പൂർണ്ണമാക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് ഹരിദാസ് വളരെ പതിയെ പറയും. ചൈതന്യ മഹാപ്രഭു പറയും, അങ്ങ് എന്താണ് ഈ പറയുന്നത്, അങ്ങ് വൃദ്ധനായില്ലേ, ഇനി കഠിന സാധനങ്ങൾ ആവശ്യമില്ല, അങ്ങ് ലോകസംഗ്രഹാർത്ഥം ഇതെല്ലാം ചെയ്യുന്നതല്ലേ, ഇനി നിർബന്ധം വിടൂ, അങ്ങ് ഇങ്ങനെ 3 ലക്ഷം തവണ ജപിക്കണമെന്നില്ല, ഇത് അങ്ങ് ലോകർക്ക് മാതൃക കാണിക്കാൻ വേണ്ടി ചെയ്തതല്ലേ എന്ന് ചൈതന്യ മഹാപ്രഭു പറയും. ഹരിദാസ് മഹാപ്രഭുവിനോട് അരികിലേക്ക് ഒന്ന് ഇരിക്കാൻ പറയും, തൻ്റെ അരികിൽ വന്നിരിക്കാൻ പറയും. അങ്ങനെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നിരിക്കും. അപ്പം എന്താ കാര്യം, പറഞ്ഞോളൂ എന്ന് മഹാപ്രഭു ചെവി അരികിലേക്ക് കൊണ്ടുപോകും. അപ്പം പറയും, അങ്ങ് ഈ അവതാര ലീല ഉപസംഹരിക്കാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, പക്ഷെ എനിക്ക് ആ കാഴ്ച കാണാൻ എനിക്ക് ശക്തിയില്ല, അത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം വല്ലാതെ പിളർന്നു പോവുകയാണ്. അപ്പം അതിനു മുമ്പ് അവിടുത്തെ മോഹനരൂപം കൺകുളിർക്കെ കണ്ട് തിരുനാമം ജപിച്ചുകൊണ്ട് ഈ നശ്വര ശരീരം ഉപേക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവിടുന്ന് ഈ പ്രാർത്ഥന സ്വീകരിക്കണമെന്ന് ഹരിദാസ് ഠാക്കൂർ കണ്ണീരൊഴുക്കിക്കൊണ്ട് ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞതും ഇത് കേട്ട് ഗദ്ഗത കണ്ടനായിട്ട് ചൈതന്യ മഹാപ്രഭു പറയും, ഹരിദാസ്, അവിടുന്ന് ഈ ലീല അവസാനിച്ചു പോയാൽ പുരിയിൽ പിന്നെ എനിക്ക് ആരാണുള്ളത്, അങ്ങയുടെ സംഘസുഖമില്ലാതെ എനിക്ക് എങ്ങനെ ഇവിടെ കഴിയാൻ പറ്റും, ഇനി അങ്ങയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് ചെയ്യാൻ ആർക്ക് സാധിക്കും, അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ചൈതന്യ മഹാപ്രഭു മറുപടി പറയും. തുടർന്ന് മഹാപ്രഭു ഗോവിന്ദനോട് ഹരിദാസിന് വേണ്ട ചികിത്സയ്ക്ക് വേണ്ടതും പരിചരണത്തിന് വേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്യും. അങ്ങനെ നിത്യവും മഹാപ്രഭു ഹരിദാസിനൊപ്പം സമയം ചെലവഴിക്കും. ഒരു ദിവസം ഹരിദാസിന്റെ ശരീരനില വളരെ മോശമായി. വിവരമറിഞ്ഞ് മഹാപ്രഭു ഭക്തരോടൊപ്പം അവിടേക്ക് എത്തും. അങ്ങനെ നാമം ജപിച്ചു കൊണ്ട് കിടന്ന ഹരിദാസിനോട് മഹാപ്രഭു ചോദിക്കും, ഹരിദാസ് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അതേ എന്ന ഭാവത്തിൽ ഹരിദാസ് തലയനക്കും. മഹാപ്രഭു തൃക്കൈകളാൽ ഹരിദാസിന്റെ ശിരസിൽ മെല്ലെ തലോടാൻ തുടങ്ങും. ഭക്തർ ചുറ്റിലും ഇരുന്ന് നാമസങ്കീർത്തനം നടത്തും. അങ്ങനെ ഹരിദാസൻ നിർനിമേഷനായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ മോഹന സൗന്ദര്യം, ചൈതന്യ മഹാപ്രഭുവിന്റെ മോഹന സൗന്ദര്യം അത്യാർത്തിയോടുകൂടി ഇങ്ങനെ പാനം ചെയ്യും, കുടിക്കും പോലെ അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ പതിയെ 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 ആ കണ്ണുകൾ അടയും.
അങ്ങനെ ആ പുണ്യാത്മാവിൻ്റെ ആത്മാവ് ഭഗവാനിൽ ശാന്തി അടയും. അങ്ങനെ മഹാപ്രഭു ആ അദ്ദേഹം എടുത്ത് സ്വയം ചുമന്ന് നൃത്തം വയ്ക്കും. അങ്ങനെ ദിക്കുകൾ ഹരിനാമഘോഷത്താൽ മുഖരിതമാവും, വാദ്യങ്ങൾ മുഴങ്ങും, മൃദംഗ, കർത്താല ഇതെല്ലാം ഭയങ്കരമായി മുഴക്കി ഭയങ്കരമായ സങ്കീർത്തനം നടക്കും. അങ്ങനെ എന്താണ് ജഗന്നാഥ സ്വാമിയുടെ പ്രസാദമായിട്ടുള്ള വസ്ത്രം ഒരു ഭക്തൻ പോയി കൊണ്ടുവരും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം, ആ സമാധി അടഞ്ഞ ശരീരം ജഗന്നാഥ്പുരിയുടെ മുന്നിലുള്ള ആ സമുദ്രത്തിൽ ഇങ്ങനെ കുളിപ്പിച്ച് അതിൽ ഈ ഭഗവാന്റെ വസ്ത്രം ധരിപ്പിച്ച് ആ പാദതീർത്ഥം എല്ലാവരും തലയിൽ തളിക്കും, എല്ലാവരും കുടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഭഗവാന്റെ വസ്ത്രം കൊണ്ട് ശരീരം മൂടി സമുദ്രതീരത്ത് മഹാപ്രഭു ജഗന്നാഥിൻ്റെ ആ സ്ഥലത്ത് പുണ്യധാമത്തിൽ തന്നെ അദ്ദേഹത്തിനെ സമാധിയിരിക്കും. എന്നിട്ട് അവരെല്ലാവരും കുളിച്ച് മഹാപ്രഭുവിൻ്റെ ജഗന്നാഥ് പുരിയിൽ ഭഗവാന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കും ഹരിദാസ് ഠാക്കൂറിന് വേണ്ടി. പെട്ടെന്ന് ആ വിഗ്രഹത്തിൽ ചൂടിയിരുന്ന വലിയൊരു ഹാരം, ജഗന്നാഥൻ്റെ ഹാരം ഊർന്ന് താഴെ വന്ന് വീഴും. അങ്ങനെ ആ ഹാരം എടുത്ത് മഹാപ്രഭു കൊണ്ടുവന്ന് സമാധി മണ്ഡപത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സമാധി എത്തിയ സ്ഥലത്ത് കൊണ്ട് വന്ന് ഇട്ടുകൊടുക്കും. അങ്ങനെ മഹാപ്രഭു ഹരിദാസ് നാമത്തിൻ്റെ ആചാര്യനാണ് ജഗന്നാഥൻ തന്നെ ഇത് അംഗീകരിച്ചു. ആ മാല അദ്ദേഹം ഹരിദാസ് ഠാക്കൂറിന് അണിയിച്ചു. അങ്ങനെ സമുദ്രതീരത്ത് ഇന്നും ആ പുണ്യപുരുഷന്റെ സമാധി മണ്ഡപം ഭക്തന്മാരുടെ ഭക്തി ശ്രദ്ധകളെ ആകർഷിച്ചുകൊണ്ട് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മഹാപ്രഭു സ്വയം ഭിക്ഷയെടുത്ത് ഹരിദാസിന്റെ വിജയോത്സവം അല്ലെങ്കിൽ അനുസ്മരണ ചടങ്ങ് കൊണ്ടാടും. അങ്ങനെ മഹാപ്രഭുവിന്റെ ഭക്തവാത്സല്യത്തെയും ഹരിദാസ് ഠാക്കൂറിന്റെ നാമജപത്തെയും പറ്റി ഭക്തന്മാർ മുക്തകണ്ഠം പ്രശംസിക്കും. ജഗന്നാഥ്പുരിയിൽ സമുദ്രതീരം സിദ്ധബഗുള എന്ന് പറയുന്ന സ്ഥലത്താണ് ഹരിദാസിന്റെ സമാധി മണ്ഡപമുള്ളത്. ഈ സമാധി മണ്ഡപത്തിനരികിൽ നാമം ചെയ്താൽ മനസ്സ് അതിവേഗം ശാന്തമാകും, ഭക്തിയും ഉണ്ടാകും. തുടങ്ങിയ നാമത്തിൽ തന്നെ ജീവിച്ച് നാമത്തിൽ ലയിച്ച മഹാഭക്തനാണ് ഹരിദാസ് ഠാക്കൂർ. അദ്ദേഹം ജനിച്ചത് 1450-ലാണ്, സമാധി അടഞ്ഞത് 1533-ലാണ്. ജഗന്നാഥ്പുരി ക്ഷേത്ര പരിസരത്താണ് അദ്ദേഹത്തിന്റെ സമാധി മണ്ഡപമുള്ളത്. 83 വർഷമാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത്. ചൈതന്യ മഹാപ്രഭുവും ഇദ്ദേഹവുമായിട്ട് 36 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ചൈതന്യ മഹാപ്രഭുവിനേക്കാൾ പ്രായം കൂടുതലായിരുന്നു അദ്ദേഹത്തിന്. 1486 നവദ്വീപിലാണ് ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നത്. ഹരിദാസ് ഠാക്കൂർ സമാധിയാകുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ വയസ്സെന്ന് പറയുന്നത് 47 വയസ്സാണ്. ഇവർ തമ്മിൽ 36 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യനാണ് അദ്ദേഹം. ജന്മം നോക്കാതെ ഒരാളുടെ കർമ്മത്തെ ആണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭക്തിയാണ് വിലയിരുത്തേണ്ടത്. നാമം തന്നെയാണ് കലിയുഗത്തിലെ ഏക ആശ്രയം. ഭക്തൻ ഭഗവാനേക്കാൾ പ്രിയനാണ് എന്നുള്ള അത് പഠിപ്പിച്ച് ചൈതന്യ മഹാപ്രഭു. നാമം ശരീരം പൂണ്ടതിൻ്റെ ഉദാഹരണമാണ്. കലിയുഗത്തിലെ നാമധ്വജം കൂടിയാണ് ഈ ഹരിദാസ് ഠാക്കൂർ. അദ്ദേഹം 3 ലക്ഷം തവണ, അതായത് 192 പ്രാവശ്യം, 92 മാല, ഒരു മാല 108 മുത്ത്, അങ്ങനെ 192 മാലയാണ് ദിവസവും ജപിച്ചു കൊണ്ടിരുന്നത്. ഒരു ദിവസം പോലും ഈ എണ്ണം ഒഴിവാക്കിയിട്ടില്ല. ദിവസവും രാത്രി മുഴുവനുമാണ് കൂടുതൽ ജപിക്കാറുള്ളത്. പകലാണ് അല്പമെങ്കിലും വിശ്രമം എടുക്കുന്നത്. ഗംഗാസ്നാനവും ലഘുവായ ഭക്ഷണവും ഭിക്ഷയായി ലഭിച്ചതിൽ അതിൽ ഭക്ഷണം ജപത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ മാത്രം, എന്ന് പറഞ്ഞാൽ ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രം, ആവശ്യത്തിന് ജീവൻ നിലനിർത്താൻ മാത്രമുള്ളതേ അദ്ദേഹം കഴിക്കുകയുള്ളൂ. അതും ഒരു നേരം ചോറോ കിഴങ്ങോ പഴമോ ഏതെങ്കിലും ഒരു ഐറ്റം, അത്രമാത്രമേ അദ്ദേഹം കഴിക്കുള്ളൂ. ശരീരം സംരക്ഷിച്ച് നിലനിർത്താൻ വേണ്ടി മാത്രം. അപ്പോൾ മനസ്സ് പൂർണ്ണമായിട്ട് ഏകാഗ്രമായിട്ട് ഇരിക്കണം. അതിന് അശ്രദ്ധ സംഭവിക്കാതിരിക്കാൻ മാത്രം, ആ ബോധം നിലനിർത്താൻ വേണ്ടി മാത്രം ആണ് ശരീരത്തിന് ആഹാരം കൊടുക്കേണ്ടതുള്ളൂ എന്ന് അദ്ദേഹം ചിന്തിച്ച് അങ്ങനെ ജീവിച്ച ആളാണ്. അപ്പോൾ ഏകാന്തവാനായി ഒറ്റയ്ക്ക് കുടിലിലാണ് അദ്ദേഹം അവസാന കാലത്ത് ജീവിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നാമത്തിന് വേണ്ടി നാമത്തിൽ തുടങ്ങി നാമത്തിൽ ജീവിച്ച് നാമത്തിൽ ലയിച്ച മഹാഭക്തനാണ് ഹരിദാസ് ഠാക്കൂർ. സമയം കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാമാചാര്യർ ഹരിദാസ് ഠാക്കൂർ की
ജയ് ഹരേ കൃഷ്ണ പ്രഭു. ശ്രീപതി പ്രഭു വളരെ വേറൊരു തലത്തിലേക്ക് എത്തി. നമ്മളെല്ലാം അതിൽ ലയിച്ചിരുന്നു. ആക്ച്വലി സമയം പോയത് അറിഞ്ഞില്ല. 7 മണിക്ക് ഇവിടെ ദർശനാർത്ഥി സമയമായി. എല്ലാരും വെയിറ്റ് ചെയ്യാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കുറച്ച് ആൻസർ നാളെ വേണമെങ്കിൽ ചോദിക്കാം. എല്ലാരും പ്രഭുജി മുടങ്ങാതെ നാളെ വരണം. സോ പ്രഭുജിക്കും പ്രഭുജിയുടെ കുടുംബത്തിനും വേണ്ടി 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് നമുക്ക് ഹരേ വൈൻഡപ്പ് കൃഷ്ണ ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ രാമ ഹരേ ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവൃന്ദ की हरिनाम संकीर्तन यज्ञ की हरे कृष्णा महामंत्र की शिला प्रभुपाद की जय. श्री अनंत पद्मनाभ स्वामी की जय. हरे कृष्णा. दंडवत प्रणाम प्रभु जी. हरे कृष्णा. हरे कृष्ण प्रभु जी. हरे कृष्णा.